മൂന്നാറിലെ ഭൂമി പ്രശ്നം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം റവന്യൂ സെക്രട്ടറി വിളിച്ച ഉന്നതതല യോഗത്തെ ചൊല്ലി CPM CPI പോര് രൂക്ഷം. ഉന്നതതല യോഗത്തിൽ റവന്യൂ മന്ത്രി പങ്കെടുക്കില്ലെന്ന് വിശദീകരിച്ച CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണ് നടക്കുന്നതെന്നും പറഞ്ഞു. മൂന്നാർ വിഷയത്തിൽ CPI അതൃപ്തി അറിയിച്ചിട്ടില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതിന് പിന്നാലെയായിരുന്നു കാനം അതൃപ്തി പരസ്യമാക്കിയത്. റവന്യൂ സെക്രട്ടറി വിളിച്ച യോഗത്തെ സംബന്ധിച്ച് CPI അതൃപ്തി അറിയിച്ചിട്ടില്ലെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ വിശദീകരണം. അത് സംബന്ധിച്ച് എന്തെങ്കിലും പ്രത്യേക പ്രശ്നം CPI ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നം പെടുത്തുകയാണെങ്കിൽ ആ പ്രശ്നം LDF ചർച്ച ചെയ്യും. തൊട്ടു പിന്നാലെ കോടിയേരിയെ തള്ളി അതൃപ്തി പരസ്യമാക്കിയ യോഗത്തിൽ റവന്യൂ മന്ത്രി പങ്കെടുക്കില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം തിരിച്ചടിച്ചു. അങ്ങനൊരു യോഗം വിളിച്ചത് ഞങ്ങൾക്കറിയില്ല. അങ്ങനൊരു കീഴ്വഴക്കം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങളുടെ അഭിപ്രായം വെളിപ്പെടുത്തി. എന്ത് തീരുമാനം എടുക്കണം? ലാൻഡ് കൺസർവൻസി ആക്ടിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ കയ്യേറ്റം ഒഴിപ്പിക്കാനോ ഒന്നും ഒരു തീരുമാനം എടുക്കാൻ പറ്റിയല്ല. ദേവികുളം സബ് കളക്ടറെ മാറ്റണമെന്ന് CPM ആവശ്യപ്പെട്ടതായുള്ള പ്രചരണത്തെയും കോടിയേരി ബാലകൃഷ്ണൻ തള്ളി. മുഖ്യമന്ത്രി കീഴിൽ പ്രവർത്തിക്കുന്ന സബ് കളക്ടറെ മാറ്റണം എന്ന് CPM പരസ്യമായി ആവശ്യപ്പെടേണ്ട കാര്യമില്ല. CPM അങ്ങനെ ഒരു നിർദ്ദേശം ഇതുവരെ മുന്നോട്ട് വെക്കാത്തത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ മാറ്റാത്തത്. എന്നാൽ സർക്കാർ എന്നാൽ CPM മാത്രമല്ലെന്ന വിമർശമായിരുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ നിലപാടിനോടുള്ള കാനത്തിന്റെ മറുപടി. സർക്കാർ എന്ന് പറഞ്ഞാൽ CPM മാത്രമല്ലല്ലോ. സർക്കാർ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉൾക്കൊള്ളുന്നതാണ് ഈ സർക്കാർ. അതിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മാറ്ററാണിത്. അത് സർക്കാരിൻ്റെ നയം നടപ്പിലാക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ മാറ്റണമെന്ന് ആര് പറഞ്ഞാലും അത് കേൾക്കാനുള്ള ബാധ്യത സർക്കാരിനില്ല. മൂന്നാറിനെ ചൊല്ലി ഇരു പാർട്ടികളും തമ്മിലുള്ള പോര് കൂടുതൽ കടുക്കുന്നുവെന്നാണ് നേതാക്കളുടെ വാക്കുകൾ നൽകുന്ന സൂചന. മീഡിയ 1 കോഴിക്കോട്. CPM CPI തർക്കം മൂലം സംസ്ഥാനത്ത് ഭരണം നിശ്ചലാവസ്ഥയിലായതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇടതുമുന്നണിയുടെ തമ്മിലടി കാരണം ജനകീയ വിഷയങ്ങൾ പരിഹരിക്കാൻ സർക്കാരിന് കഴിയുന്നില്ലെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. ഏതായാലും കേരളത്തിൽ ഇടതുമുന്നണിക്കകത്ത് നടക്കുന്ന ഈ ചക്രത്തിൽ പോരാട്ടം കൊണ്ട് ഭരണം നിശ്ചലമായിരിക്കുകയാണ്. ഒരു കാര്യവും സർക്കാർ നടക്കുന്നില്ല. ജനങ്ങളുടെ ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുന്നില്ല. ഇടതുപക്ഷ മുന്നണിയിലെ ഘടകകക്ഷി ആയ CPIയും CPMും തമ്മിലുള്ള ഈ അഭിപ്രായ വ്യത്യാസങ്ങളും തമ്മിലടിയും ഭരണരംഗത്തെ പൂർണ്ണമായ നിശ്ചലാവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച ചർച്ചയിൽ CPI അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീ പ്രകാശ് ബാബു, CPM നേതാവ് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, കോൺഗ്രസ് നേതാവ് ശ്രീ ജോസഫ് വാഴക്കൻ, ആം ആദ്മി പാർട്ടി നേതാവും പരിസ്ഥിതി പ്രവർത്തകനുമായ ശ്രീ CR നീലകണ്ഠൻ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ശ്രീ പ്രകാശ് ബാബു, ഈ വിഷയത്തിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഒരു പ്രതീതി എന്താണെന്ന് വെച്ചാൽ കയ്യേറ്റക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ കയ്യേറ്റക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നു. ആ യോഗത്തിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലെന്ന് CPI അറിയിക്കുന്നു. ആ യോഗത്തോടുള്ള പ്രതിഷേധവും CPI പ്രകടിപ്പിച്ചിരിക്കുന്നു. ഇതാണ് ഉണ്ടായിരിക്കുന്ന ഒരു ബോധ്യം. ഇങ്ങനെ തന്നെയല്ലേ സംഭവിച്ചിരിക്കുന്നത്? അല്ല, മൂന്നാറിൽ പുതുതായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായതായി ഞങ്ങളുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അവിടെ സർക്കാരിൻ്റെ ഭൂമി നേരത്തെ കുത്തകപ്പാട്ടമായി കൊടുത്തിരുന്ന വ്യക്തി അയാൾ ഉപേക്ഷിച്ചിട്ട് പോയി. ആ കുത്തകപ്പാട്ടം ഗവൺമെൻറ്റിൽ നിന്ന് കുത്തകപ്പാട്ട വ്യവസ്ഥയിൽ ഭൂമി വാങ്ങിച്ച ആൾ ഉപേക്ഷിച്ച് പോയതിനു ശേഷം കഴിഞ്ഞ കുറച്ച് നാളുകളായി മറ്റൊരാൾ ആ ഭൂമി കൈവശപ്പെടുത്തി. അത് ഒഴിപ്പിച്ച് അവിടെ വില്ലേജ് ഓഫീസ് പണിയുന്നതിന് വേണ്ടി സബ് കളക്ടർ ഇപ്പോൾ നോട്ടീസ് കൊടുത്തു. ആ ഒരു കേസല്ലാതെ പുതുതായി മൂന്നാർ മേഖലയിൽ ഒരാളിന് പോലും ഒഴിപ്പിക്കൽ നോട്ടീസോ മറ്റെന്തെങ്കിലും അതേ സമാന സ്വഭാവമുള്ള നോട്ടീസുകളോ കൊടുത്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ മൂന്നാറിൽ പുതിയ ഒരു വിഷയം ഉണ്ടായിട്ടേയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മൂന്നാറിൽ ഒരു യോഗം മുഖ്യമന്ത്രി വിളിക്കാനുള്ള സാധ്യതയുമില്ല. മുഖ്യമന്ത്രി അങ്ങനെ എന്തെങ്കിലും യോഗം വിളിച്ചിട്ടുള്ളതായിട്ട് ഞങ്ങളുടെ ആരുടെയും അറിവിലുമില്ല. അതുകൊണ്ട് തന്നെ ആ യോഗത്തിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ചോ അതിനെ സംബന്ധിച്ച് മറ്റെന്തെങ്കിലും ചർച്ച ചെയ്യുന്നതിനെക്കുറിച്ചോ തീർച്ചയായും. പക്ഷേ ശ്രീ പ്രകാശ് ബാബു, ഈ വിഷയത്തിൽ CPIയുടെ ഒരു പരസ്യ പ്രതികരണം ഈ നിലയ്ക്ക് വരുന്നതിന് മുമ്പ് ആദ്യം പ്രതികരിച്ചത് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തന്നെയാണ്. കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് ഈ നിലയ്ക്കൊരു പരാതി CPIക്കുള്ളതായി അറിയില്ല എന്നാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ അങ്ങനെ ഒരു യോഗം വിളിക്കേണ്ട സാഹചര്യമില്ല എന്നും അത് കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണ് എന്നുമുള്ള നിലപാട് CPIക്കുണ്ടെങ്കിൽ അത് ഈ നിലയ്ക്ക് ചാനലിലൂടെ അല്ല അറിയിക്കേണ്ടതെന്ന് ആവർത്തിച്ചുകൊണ്ട് അത് ചാനലിലൂടെ പറയുകയായിരുന്നു കാനം ചെയ്തത്. അതിനു പകരം മുന്നണിക്കുള്ളിൽ വേറെ ഒരു സംവിധാനവുമില്ലേ? അല്ല, അതിൻ്റെ ഒരു ആവശ്യം ഇവിടെ വരുന്നില്ലല്ലോ. മുന്നണിയിൽ ചർച്ച ചെയ്യേണ്ടതായ ഒരു ആവശ്യം എന്തെങ്കിലും വന്നിട്ടുണ്ടോ?
അങ്ങനെ ഒരു യോഗം തന്നെ മുഖ്യമന്ത്രി വിളിക്കാൻ സാധ്യതയില്ലെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയം മുമ്പും ചർച്ച ചെയ്തിട്ടുണ്ട്. ചർച്ച ചെയ്യുമ്പോഴെങ്ങനെയാണ് ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുമ്പോൾ റവന്യൂ വകുപ്പ് മന്ത്രിക്ക് എന്തെങ്കിലും മുഖ്യമന്ത്രി റവന്യൂ വകുപ്പ് മന്ത്രിയെ വിളിക്കും, ഇങ്ങനെ ഒരു പ്രശ്നം വന്നിരിക്കുന്നു, എങ്ങനെയാണ് നമുക്കത് പരിഹരിക്കുക, അതിനുവേണ്ടിയുള്ള യോഗം വിളിക്കണമെങ്കിൽ അതാത് വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട് അതിനൊരു ഡേറ്റ് തീരുമാനിക്കുകയല്ലാതെ വേറെ ഒരു തരത്തിലും മുഖ്യമന്ത്രി ഇടപെടാനുള്ള സാധ്യതയില്ല. അങ്ങനെ മുഖ്യമന്ത്രി മാത്രമായി റവന്യൂ വകുപ്പ് മന്ത്രിയുടെ കൺസെൻ്റ് എന്നല്ല പറയുന്നത്, ഒരു പരസ്പരമുള്ള ആലോചനയില്ലാതെ മറ്റൊരു വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിന് ഒരിക്കലും അദ്ദേഹം അങ്ങനെ ഒരു യോഗം വിളിക്കത്തില്ല. അങ്ങനെ വിളിക്കാത്ത ഒരു യോഗത്തെക്കുറിച്ച് റവന്യൂ മന്ത്രിക്കറിയില്ല, ഞങ്ങൾക്കറിയില്ല, അങ്ങനെയൊന്നും അറിഞ്ഞുകൂടാത്ത ഒരു യോഗത്തെ സംബന്ധിച്ച് അതിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയുടെ തന്നെ അവിടെ അത് റവന്യൂ സെക്രട്ടറിയാണ് ഉത്തരം പറയേണ്ടുന്നത്. എന്തായാലും ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ സർക്കാരിന്റെ കൂട്ടുത്തരവാദിത്വമില്ലായ്മ എന്ന ആരോപണത്തിൽ നിന്ന് മാറി നിൽക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നിഴലിൽ നിന്നുകൊണ്ട് യുദ്ധം നടത്തുന്ന ഒരു സ്വഭാവത്തിൽ ഈ കാര്യങ്ങളെ അവതരിപ്പിക്കാനോ ഒക്കെ ശ്രമിക്കുന്നത് ശരിയല്ല. അതിനപ്പുറത്ത് കാര്യങ്ങൾ വിശദമാക്കണമല്ലോ. എം മണിയും രാജേന്ദ്രനും AK മണിയും അടക്കമുള്ള നേതാക്കൾ ഒപ്പിട്ടിരിക്കുന്ന നിവേദനത്തിൽ CA കുര്യനും ഒപ്പിട്ടിട്ടുണ്ട്. നിങ്ങളുടെ നേതാവാണ്. അതുമാത്രമല്ല, ഇടുക്കി ജില്ലയിലെ മറ്റ് CPI നേതാക്കളും സമാനമായ നിലപാടുള്ളവരുണ്ട് ഈ 22 സെന്റിന്റെ വിഷയത്തിൽ അടക്കം. അപ്പോൾ അവിടുന്ന് ഒരു പൊതു താല്പര്യം എന്ന നിലയ്ക്ക് CPIക്കാരടക്കം ഉൾപ്പെട്ട ഒരു നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ യോഗം ഉണ്ടാവുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഏത് യോഗം എന്ത് യോഗം എന്ന് പറയുന്നതിനേക്കാൾ അവിടുത്തെ CPI നേതാക്കൾ അടക്കം ഉൾപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഈ ഇടപാടിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല, അങ്ങനെ തന്നെയല്ലേ പറയേണ്ടത്? അല്ല, അത് ആ നിവേദനത്തെ സംബന്ധിച്ച് റവന്യൂ വകുപ്പ് മന്ത്രി കൃത്യമായി അതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എന്താ വിഷയം? മൂന്നാറിലുണ്ടായത് 22 സെൻറ്റ് സ്ഥലം, അത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. മൈക്കിൾ മണർകാട് എന്ന് പറയുന്ന, അതിനു മുമ്പ് മുക്കാടൻ്റെ കയ്യിലിരുന്നത് മൈക്കിൾ മണർകാട് എന്ന് പറയുന്ന ഒരാളിനെ കുത്തകപ്പാട്ട വ്യവസ്ഥയിൽ കൊടുത്തിരുന്നതാണ്. കഴിഞ്ഞ കുറച്ചേറെ വർഷങ്ങളായി അയാൾ അത് ഉപേക്ഷിച്ചിട്ട് പോയി. ഇപ്പം അവിടെ അനധികൃതമായി ജോർജ് എന്ന പേരുള്ള ഒരാൾ ഒരു ഹോം സ്റ്റേ റിസോർട്ട് നടത്തുന്നു. അത് ഒഴിപ്പിക്കുന്നതിന് വേണ്ടി സബ് കളക്ടർ നോട്ടീസ് കൊടുത്തു. ആ ഒരു കേസല്ലാതെ രണ്ടാമതൊരു കേസില്ല. മൂന്നാറിൽ ഉണ്ടായേക്കുന്ന ഒരേ ഒരു ഒഴിപ്പിക്കൽ കേസ് 22 സെൻറ്റ് സ്ഥലം, സർക്കാരിൻ്റെ സ്ഥലം അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന ജോർജ് എന്ന റിസോർട്ട് നടത്തുന്ന ആളിനെ, ഹോം സ്റ്റേ നടത്തുന്ന ആളിനെ ഒഴിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള നോട്ടീസാണ്. തീർച്ചയായും അതാണ് ഒരു നോട്ടീസ് ഇപ്പോൾ ആകെ നിലനിൽക്കുന്നത് എന്ന് പറയുമ്പോൾ മറ്റൊരു പ്രശ്നം കൂടിയുണ്ടല്ലോ. ഇതുവരെ ചർച്ച ചെയ്തു പോയ ഇതുമായി ബന്ധപ്പെട്ട് രൂക്ഷമായ വാദപ്രതിവാദങ്ങൾക്കും CPI CPM തർക്കത്തിനുമൊക്കെ വഴിവെച്ച സംഭവങ്ങൾ മൂന്നാറിൽ ഇതുവരെ ഉണ്ടായി. അതിനുശേഷം ഇങ്ങോട്ട് മൂന്നാറിലെ ഒഴിപ്പിക്കൽ നടപടികൾ പൂർണ്ണമായി നിലച്ചിരിക്കുന്നു എന്ന വാദത്തെ കൂടി ഒന്ന് ഉറപ്പിക്കുകയല്ലേ താങ്കൾ ഇപ്പോൾ? അല്ലല്ല, മൂന്നാറിലെ ഒഴിപ്പിക്കൽ നടപടി ഇപ്പോഴും നടക്കുന്നുണ്ട്. അതിൻ്റെ നോട്ടീസ് കൊടുക്കുന്നുണ്ട്. അതിൽ വൻകിട കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുക എന്നുള്ളതിനാണ് മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്. ആ ഒഴിപ്പിക്കൽ നടപടി അത് തുടരുന്നുണ്ട്. റവന്യൂ വകുപ്പിൽ അതിൽ നിന്ന് പുറകോട്ട് പോയിട്ടേയില്ല. അതും ഇതുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട അതിൻ്റെ ഭാഗമായിട്ട് ഒഴിപ്പിക്കൽ നടപടിയുടെ ഭാഗമായിട്ടാണ് വില്ലേജ് ഓഫീസിന് വേണ്ടി യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഈ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ 22 സെന്റിന്റെ കാര്യത്തിന് വേണ്ടി മാത്രമാണ്. ഈ 22 സെന്റിന്റെ കാര്യത്തിൽ ആ പരാതിയിൽ CPI നേതാവായ CA കുര്യൻ അടക്കം ഒപ്പുവെച്ചിട്ടുണ്ടല്ലോ. അതെ, അതിനെ സംബന്ധിച്ച് CA കുര്യനോട് ചോദിച്ചിരുന്നു. അങ്ങനെ ഒരു വാർത്ത പത്രത്തിൽ വന്നപ്പോൾ തന്നെ ചോദിച്ചു. CA കുര്യൻ ഈ 22 സെൻറ്റ് സ്ഥലം ഒഴിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ള നിവേദനത്തിൽ ഒപ്പിട്ടത് തെറ്റാണെന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ആ തെറ്റ് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ CR നീലകണ്ഠൻ, ഫലത്തിൽ മൂന്നാറിലെ ഒഴിപ്പിക്കൽ നടപടികൾ ഏതാണ്ട് പൂർണ്ണമായി നിലച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം കൂടിയല്ലേ ഇപ്പോഴത്തെ ഈ പുതിയ തർക്കത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്? തീർച്ചയായിട്ടും നമുക്കറിയാം, അന്ന് സർവകക്ഷി യോഗം വിളിക്കുമ്പോൾ 154 കയ്യേറ്റങ്ങൾ കൃത്യമായി പരിശോധിച്ച് ഒഴിപ്പിക്കേണ്ടതാണ് എന്ന് റവന്യൂ മന്ത്രി മുഖ്യമന്ത്രി കൈമാറുന്നു. അതിൽ ഒരു കയ്യേറ്റവും എന്തായി എന്ന് ഇന്നും നമുക്കാർക്കും അറിയില്ല. അത് കൂടാതെ 22 സെൻറ്റിൻ്റെ കഥയാണിപ്പോൾ സഖാവ് പ്രകാശ് ബാബു പറയുന്നത്. ശരി, 22 സെൻറ്റ് ഒഴിപ്പിക്കേണ്ടത് തന്നെ. ഒരു സ്ഥലം ഒഴിപ്പിക്കേണ്ടതാണോ അല്ലയോ എന്ന് ആരാ തീരുമാനിക്കേണ്ടത്? ഒന്ന് റവന്യൂ വകുപ്പാണ്. റവന്യൂ വകുപ്പ് ഒഴിപ്പിക്കാൻ നോട്ടീസ് കൊടുക്കുന്നു. അതിൽ പരാതി ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാം.
മുഖ്യമന്ത്രി അത് പരിശോധിക്കാൻ പറയാം, കോടതിയിൽ പോവാം. ഇതൊന്നുമല്ലാതെ ഒഴിപ്പിക്കൽ നോട്ടീസ് കിട്ടിയാൽ ഉടനെ സർവകക്ഷി യോഗം വിളിക്കുന്ന ഈ ഇടപാട് ലോകത്ത് എവിടെയുള്ള ഇതൊരു ക്രിമിനൽ കുറ്റമല്ലേ ഹർഷൻ? ഒരു ക്രിമിനൽ കുറ്റം ചെയ്തു എന്നൊരു പരാതി കിട്ടിയാൽ ഉടനെ സർവകക്ഷി യോഗം വിളിച്ചിട്ടാണോ തീരുമാനിക്കുക? അപ്പോൾ ഇവിടെ കൃത്യമായും ഇത് മുടക്കണം എന്നാഗ്രഹമുണ്ട്. പിന്നെ വളരെ ലളിതമല്ല ഈ മണിയുടെയും AK മണിയും MM മണിയും രാജേന്ദ്രനും കൊടുത്ത അല്ലെങ്കിൽ കുര്യൻ ഒപ്പിട്ടോ ഇല്ലയോ മെമ്മോറാണ്ടം, അതിലെ പ്രധാന ആവശ്യം 22 സെന്റ് അല്ല. ശ്രീറാം വെങ്കട്ടരാമനെ ഒഴിപ്പിക്കണം, അവിടുന്ന് ഒഴിവാക്കണം എന്നുള്ളതാണ്. ഒഴിപ്പിക്കേണ്ടത് കയ്യേറ്റക്കാരെയല്ല, ശ്രീറാം വെങ്കട്ടരാമനെയാണ്. അതിനാണ് അവിടെ കൂട്ടമണി അടിച്ചത്. നമുക്കറിയാം ഹർഷൻ, 2007 മുതൽ എപ്പോഴെങ്കിലും മൂന്നാറിലെ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കാൻ തീരുമാനിച്ചാൽ അവിടെ മണിയടി തുടങ്ങും. തീർച്ചയായും. പക്ഷേ അതിന്റെ അത് ഈ പറഞ്ഞ 154 കയ്യേറ്റക്കാരുടെ പട്ടികയിൽ തന്നെ ഇല്ലേ CPI ആണ് അല്ലെങ്കിൽ റവന്യൂ മന്ത്രിയാണ് ആ പട്ടിക തയ്യാറാക്കിയത്. ഈ പറയുന്ന ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അരസെന്റുകാരൻ പോട്ടെ, അരസെന്റിന് താഴെ കൈവശം വെച്ചിരിക്കുന്നവർ പോലുമാണ്. ആ പട്ടികയിൽ തന്നെ ഒരു അട്ടിമറിയുടെ സ്വഭാവം ഉണ്ടായിരുന്നില്ലേ? തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞേ, അവിടെയാണ് പ്രശ്നം. 300 ഏക്കർ കയ്യേറിയ ആളുകളും 250 ഏക്കർ കയ്യേറിയ ലംബോദരനെ പോലെയുള്ള ആളുകളും അരസെന്റുകാരുണ്ട്. അവിടെ ഞാൻ പ്രതീക്ഷിച്ചത് ഇവർക്ക് വളർന്ന ഇതുണ്ടെങ്കിൽ ഇത്ര സെന്റിന് താഴെയുള്ള ഒരു കയ്യേറ്റം ഞങ്ങൾ ഒഴിപ്പിക്കുന്നില്ല. 154-ൽ 24 എത്രയെങ്കിലും ഒഴിവാക്കി ബാക്കി 130 ഒരു മാസത്തിനകം ഒഴിപ്പിക്കും അല്ലെങ്കിൽ ഒരു വർഷത്തിനകം ഒഴിപ്പിക്കും എന്നൊരു തീരുമാനമാണ് ആ യോഗത്തിൽ ഉണ്ടാവേണ്ടിയിരുന്നത്. ആ യോഗത്തിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. എനിക്കറിയില്ല, ഇതുവരെ പുറത്തു വന്ന തീരുമാനങ്ങളിൽ അങ്ങനെ ഒന്നുമില്ല. മുഖ്യമന്ത്രി അത് തുറന്നില്ല, സർവകക്ഷി യോഗത്തിൽ ആരുടെയാന്ന് പറഞ്ഞില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ ആ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ ഒരു സാധ്യതയുമില്ല എന്ന് കഴിഞ്ഞ സർവകക്ഷി യോഗത്തിൽ വന്നു. അപ്പോഴാണ് പുതിയ ഒഴിപ്പിക്കലിൻ്റെ പ്രശ്നം വന്നത്. ഇപ്പം അത് തടയിടുകയാണ്. ഒരു കയ്യേറ്റവും മൂന്നാറിൽ സത്യസന്ധമായി ഒഴിപ്പിക്കാൻ സാധ്യതയില്ല. അങ്ങനെ ഉണ്ടായാൽ മൂന്നാറിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് തന്നെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. CPI-CPM തർക്കത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. തീർച്ചയായും. ശ്രീ ജോസഫ് വാഴക്കൻ, CPI-CPM തർക്കം എന്നത് തന്നെ ആത്യന്തികമായി ഈ വിഷയത്തിൽ വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടി ബോധപൂർവം നടത്തുന്നതാണോ എന്ന സംശയം പോലും ഉണ്ടാകുന്നത് ഈ പറഞ്ഞ 154 കയ്യേറ്റക്കാരുടെ പട്ടിക പുറത്തുവിട്ട CPI ആണ് അവിടുത്തെ ഈ കയ്യേറ്റം ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട ആത്മാർത്ഥമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് എന്നതുകൊണ്ടുകൂടിയാണ്. യഥാർത്ഥത്തിൽ ആ നിലയ്ക്ക് ആത്മാർത്ഥമായ ഒരു സമീപനം ഇവരിൽ ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് ഈ മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ടോ? ഒന്നുമില്ല, ഇതൊക്കെ രാഷ്ട്രീയ മുതലെടുപ്പാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്തൊക്കെ അറിഞ്ഞും അറിയാതെയൊക്കെ ഞങ്ങളുടെയും ചില ആളുകളൊക്കെ പെട്ടുപോയിട്ടുണ്ട് മൂന്നാറിൽ. അത് ഇന്നും ഇന്നലെയും പെട്ടിട്ടുള്ളതല്ല, കാലങ്ങളായിട്ടുള്ളതാണ്. അത് ഞങ്ങളുടെ പാർട്ടി അതിനെക്കുറിച്ച് പരിശോധിക്കും. ഞാനിതിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് CPM ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇടുക്കിയിൽ CPM-ഉം അതുപോലെ തന്നെ ശ്രീ MM മണി ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം, അവിടെ ഇടുക്കി എന്ന് പറയുന്ന വലിയ വിശാലമായ ഭൂമിയിലുള്ള 10,000-കണക്കിന് കർഷകരുണ്ട്, കുടിയേറ്റ കർഷകരുണ്ട്. ആ കുടിയേറ്റ കർഷകരുടെ പ്രശ്നവും ഈ മൂന്നാറിലെ കയ്യേറ്റക്കാരെയും ആ രണ്ട് വിഷയം കൂടെ കൂട്ടിക്കുഴച്ചുകൊണ്ട് ഇവിടെയുള്ള കയ്യേറി അല്ലെങ്കിൽ അവിടെ കുടിയേറിയിരിക്കുന്ന ആ ഇടുക്കിയിലേക്ക് വന്നിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും സംരക്ഷകരായി ഞങ്ങളുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ 22 സെൻറ്റ് നോട്ടീസിന്മേൽ തുടങ്ങിയിരിക്കുന്ന ഈ ഏർപ്പാട്. ഇവർക്കൊക്കെ വലിയ ലക്ഷ്യങ്ങളുണ്ട്. ഇവിടെ CPIയെ സംബന്ധിച്ചിടത്തോളം CPIയുടെ ശ്രമം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനെയൊക്കെ ഒഴിവാക്കുന്നതും കുടിയിറക്കുന്നതും ഞങ്ങളാണ് എന്നുള്ള രാഷ്ട്രീയ നേട്ടം CPIയും ആഗ്രഹിക്കുന്നു. ഇതാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇതിനകത്ത് ഇപ്പോൾ CPIയെ സംബന്ധിച്ചിടത്തോളം നിയമപരമായിട്ട് തന്നെയാണ് അവരുടെ നിലപാട്. ശ്രീ ജോർജിൻ്റെ കാര്യം ഇപ്പോൾ അവിടെ ഭൂമി കയ്യേറിയിരിക്കുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത് അത് നിയമപരമായി നേരത്തെ കുത്തകപ്പാട്ട MMJ കമ്പനിയുടെ ചാരായ ഗോഡൗണായിരുന്നു. അത് അവർ അതിൻ്റെ കാലാവധി കഴിഞ്ഞ് ഇട്ടിട്ട് പോയതാണ്. അത് പിന്നീട് ആരോ എടുത്തു, അവിടെ നിന്നാണ് ഇവർ വാങ്ങിയതെന്നൊക്കെ തോന്നുന്നു. അപ്പോൾ ഏതായാലും അതിൻ്റെ പേരിൽ ശ്രീറാം അവിടുത്തെ സബ് കളക്ടർ കൊടുത്തിരിക്കുന്ന നോട്ടീസ് ശരിയല്ല എന്ന് നമുക്ക് പറയാനാവില്ല. പക്ഷേ അതിൻ്റെ പേരിൽ ഒരു വലിയ യോഗം മുഖ്യമന്ത്രി വിളിച്ചിരിക്കുന്നത് ചുമ്മാതൊന്നുമല്ല, വലിയ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ്. അതിനുവേണ്ടിയുള്ളൊരു തന്ത്രമാണ്. അതൊരു പക്ഷേ CPIക്ക് മനസ്സിലായിട്ടുണ്ടാകാം. CPI അതുകൊണ്ടാകാം CPI മറ്റൊരു നിലപാട് അതിനകത്ത് എടുത്തിരിക്കുന്നത്. അത് ശരിയല്ല. മുഖ്യമന്ത്രി ഇപ്പോൾ നടത്തുന്ന ഈ കളി അത് വലിയ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി നടത്തുന്ന ഒരു കള്ളക്കളിയാണ്. അതിനകത്ത് ഒരാത്മാർത്ഥതയുമില്ല.
അവിടെ മൂന്നാറിനെ സംബന്ധിച്ചുള്ള യഥാർത്ഥത്തിലുള്ള പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് സാധാരണക്കാരും പാവപ്പെട്ടവരൊക്കെ ആയിട്ടുള്ള ആളുകളുടെയൊക്കെ പേരിൽ അവിടെ ചെറിയ ചെറിയ കയ്യേറ്റങ്ങളൊക്കെ നടന്നു. പക്ഷേ ആ സാഹചര്യങ്ങളെല്ലാം കണ്ടെത്തി തിരുത്തുക എന്നതാണല്ലോ സർക്കാരിന്റെ ലക്ഷ്യം. അതുതന്നെയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ആവർത്തിച്ച് പറയുന്നുമുണ്ട്. പക്ഷേ ആത്യന്തികമായി ഈ ഒഴിപ്പിക്കൽ നടപടികൾ ഏതാണ്ട് നിലച്ച മട്ടാണ് എന്ന സൂചന തന്നെയാണ് ഈ തർക്കം നമുക്ക് നൽകുന്നതും. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ കൂടി പങ്കുചേരുന്നു. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഇത് ഈ സർക്കാർ CPM-ന്റെ മാത്രം സർക്കാരല്ല, ഈ സർക്കാർ മറ്റ് പാർട്ടികൾ കൂടി ഉൾപ്പെടുന്നതാണ് എന്ന മുന്നറിയിപ്പാണ് കാനം രാജേന്ദ്രൻ ഇന്നത്തെ ഈ മൂന്നാർ തർക്കത്തിലൂടെ നൽകുന്നത്. ഈ നിലയ്ക്ക് ഇതത്ര സുഖകരമായ അവസ്ഥയല്ല. അങ്ങേയറ്റം വഷളായ ഒരവസ്ഥയിലെ ഒരു മുന്നണിയിലെ ഒരു പാർട്ടിക്ക് ഈ സർക്കാർ എന്നത് നിങ്ങൾ ഒരു പാർട്ടിയുടെ മാത്രമല്ല എന്ന് പറയേണ്ട ഒരു ഗതികേട് ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ആ വിഷയത്തിൽ CPM-ന്റെ നിലപാട്? അല്ല, സഖാവ് കാനം പറഞ്ഞ കാര്യം എനിക്ക് മീഡിയയിൽ കേൾക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ചില ഓൺലൈനിൽ വന്ന ചില സാധനങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. കാനം മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ എന്നെ വിളിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ മുഖ്യമന്ത്രി സംസ്ഥാന തലത്തിൽ ഒരു സർവകക്ഷി യോഗം വിളിച്ചിട്ടില്ല. ഇടുക്കി ജില്ലയിലെ പ്രത്യേകിച്ച് മൂന്നാറിലെ കയ്യേറ്റ കുടിയേറ്റ പ്രശ്നങ്ങൾക്ക്, ഭൂപ്രശ്നങ്ങൾക്ക്, കയ്യേറ്റക്കാരെ കുടിയൊഴിപ്പിക്കുന്നതൊക്കെയായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെ സംബന്ധിച്ച് സർവകക്ഷികളുടെ ഒരു ആലോചന യോഗ വിളിച്ചത്. അല്ല, ആ യോഗത്തിൽ ഏറ്റവും ആ യോഗത്തിൽ റവന്യൂ മന്ത്രി അത് മന്ത്രിസഭയുടെ തലത്തിൽ അവർക്ക് ഉന്നയിക്കാമല്ലോ. എന്തുകൊണ്ട് ഉന്നയിച്ചില്ല? മന്ത്രിസഭ എന്ന് പറയുന്നത് എന്താണ്? മുഖ്യമന്ത്രിക്ക് ഏകപക്ഷീയമായ വാദം ശരിയാണെങ്കിൽ, കാനം ഉന്നയിച്ച വാദം സത്യസന്ധമാണെങ്കിൽ റവന്യൂ മന്ത്രി അറിഞ്ഞിട്ടേ ഇല്ല ഇങ്ങനെ ഒരു യോഗം. കാനം പറയുന്നത് എനിക്കറിയില്ല. ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നതിനിടയിലാണ്, ഞാൻ ഒരു പരിപാടിയിലായതുകൊണ്ട് എനിക്ക് ആരുമായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. എനിക്കറിയാൻ കഴിഞ്ഞത് ഇടുക്കി ജില്ലയിലെ നേതാക്കളെല്ലാം അറിയിച്ചിട്ടുണ്ട്. മന്ത്രിസഭയുടെ ഒരു ധാരണയനുസരിച്ചാണ് ഈ യോഗം വിളിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി മന്ത്രിസഭയുടെ ലീഡർ എന്നുള്ളവർക്ക് മുഖ്യമന്ത്രി മുൻകൈ എടുത്താണ് ഈ യോഗം വിളിച്ചിട്ടുള്ളത്. ആ യോഗവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഇന്ന് എന്തിനു വേണ്ടി അങ്ങനെയാണെങ്കിൽ വിവാദമാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കാനം രാജേന്ദ്രൻ അങ്ങനെ ഒരു നിലപാടെടുത്തു എന്ന് ഉറപ്പിക്കേണ്ടി വരും. കാരണം അങ്ങനെ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ, മന്ത്രിസഭയുടെ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു യോഗം വിളിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും അതേക്കുറിച്ച് റവന്യൂ മന്ത്രിക്ക് അറിവുണ്ടാകണം. റവന്യൂ മന്ത്രിക്ക് അറിവില്ലാതെ മുഖ്യമന്ത്രി അങ്ങനെ ഒരു പ്രവൃത്തിക്ക് തുനിയുമെന്ന് കരുതുന്നുള്ളൂ. അല്ല, ഈ മന്ത്രിസഭക്കകത്ത് ഒരു പൊതുധാരണയുള്ള വിഷയങ്ങളാണ് മൂന്നാറിലെ കയ്യേറ്റവും കുടിയേറ്റവും അവിടുത്തെ ഭൂമിയുടെ കൈവശാവകാശമൊക്കെയായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സങ്കീർണതയുണ്ട്. ഈ സങ്കീർണത ജനാധിപത്യപരമായി നല്ല സമവായത്തിൽ പരിഹരിച്ചുകൊണ്ട് മാത്രമേ അവിടുത്തെ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കാൻ പറ്റൂ. അതാണ് ആ സമവായം എന്നതിലേക്കാണ് എത്തേണ്ടത്. അതിന് ആദ്യം വേണ്ടത് ഈ മുന്നണിയിലൊരു സമവായമാണല്ലോ ഈ നടപടികളുമായി ബന്ധപ്പെട്ട് കൃത്യമായ ധാരണയുണ്ട്. അല്ല, ഈ വിവരം റവന്യൂ മന്ത്രി അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം റവന്യൂ മന്ത്രി പറഞ്ഞോ? അപ്പോൾ റവന്യൂ മന്ത്രി അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം റവന്യൂ മന്ത്രി ഞാൻ പറയുന്ന വിഷയം ഈ സർവകക്ഷി യോഗം അങ്ങനെയാണെങ്കിൽ കാനം കള്ളം പറഞ്ഞതാണ്. അങ്ങനെ ഞാൻ പറയില്ല. കാനം മാധ്യമങ്ങളുടെ ഒരു ചോദ്യത്തിന് മറുപടി പറയുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ചർച്ച. മുഖ്യമന്ത്രി അടുത്ത മാസം 1-ാം തീയതി വിളിച്ചിരിക്കുന്ന ഈ യോഗം ഇപ്പോൾ വിവാദമായിരിക്കും. തീർച്ചയായും. ശ്രീ പ്രകാശ് ബാബു, അങ്ങനെയാണെങ്കിൽ കാനം കള്ളം പറഞ്ഞതാണ് എന്ന് കരുതേണ്ടി വരും. അതായത് ബോധപൂർവം ഈ ഘട്ടത്തിൽ ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടി കാനം ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നതാണ്. അതല്ലാതെ ഇത് റവന്യൂ മന്ത്രിക്ക് അറിയാത്ത ഒരു കാര്യമല്ല ഈ സംഭവിക്കുന്നത്. ഞാൻ അതിലെ 2 കാര്യങ്ങൾ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, 154 പേരുടെ പേര് പോയിട്ട് ആരുടെയും പേര് CPI കയ്യേറ്റക്കാരുടെ ലിസ്റ്റ് കൊടുത്തിട്ടില്ല എന്ന് ആദ്യമേ വ്യക്തമാക്കട്ടെ. നേരത്തെ ചർച്ചയിൽ ആരും അത് സൂചിപ്പിക്കുകയുണ്ടായി. ഞങ്ങൾ ആരുടെയും പേര് കൊടുത്തിട്ടില്ല. 2, മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യോഗം വിളിച്ചത് എന്ന് പറയുന്നതും തെറ്റാണ്. ഒരിക്കലുമല്ല. അവിടെ നിവേദക സംഘം പോയി കത്ത് കൊടുത്തു, അതിൻ്റെ അടിസ്ഥാനത്തിൽ യോഗം വിളിച്ചു എന്നാണ് മാധ്യമങ്ങളിൽ കൂടിയൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ യോഗത്തെ സംബന്ധിച്ച് റവന്യൂ വകുപ്പ് മന്ത്രി നേരത്തെ തന്നെ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ 22 സെൻറ്റ് ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള ആളുകൾക്കും ഇനി ഒഴിപ്പിക്കൽ നോട്ടീസ് കിട്ടുമോ എന്ന് ആശങ്കയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു നിവേദനം മുഖ്യമന്ത്രിക്കും കൊടുത്തു, റവന്യൂ മന്ത്രിക്കും കൊടുത്തു. ആ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒറ്റ കേസിൽ ജോർജ് എന്ന് പറയുന്ന ഒരാളിനെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ അങ്ങനെ ഒരു യോഗം വിളിക്കേണ്ടത് ആവശ്യമില്ല. മുഖ്യമന്ത്രി വിളിക്കാൻ സാധ്യതയും ഇല്ലാത്തതാണ്. അതിനുവേണ്ടി മാത്രം
ഒഴിപ്പിക്കൽപ്പെടാൻ സാധ്യതയുള്ള ആളുകളെല്ലാം കൂടെ ചേർന്ന് അങ്ങനെ ഒരു നോട്ടീസ് കൊണ്ട് കൊടുത്തു, നിവേദനം കൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞ് ഒരിക്കലും യോഗം അങ്ങനെ വിളിക്കേണ്ടേ. ഇനി ഏതെങ്കിലും ഒരു വകുപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ റവന്യൂ വിടുന്നു, ആരോഗ്യവകുപ്പ്, ട്രാൻസ്പോർട്ട് വകുപ്പ്, ഇലക്ട്രിസിറ്റി വകുപ്പ്, അല്ലെങ്കിൽ ജലസേചന വകുപ്പ്, അത്തരം കാര്യം വരുമ്പോൾ മുഖ്യമന്ത്രി യോഗം വിളിക്കാറുണ്ട്, സ്വാഭാവികമാണ്. അതെങ്ങനെ വിളിക്കുന്നത്? ആ വകുപ്പ് മന്ത്രിയുമായിട്ടൂടെ ആലോചിച്ചുകൊണ്ട് അങ്ങനെ ഒരു യോഗത്തെ സംബന്ധിച്ച് ഒരു ധാരണ ഉണ്ടായിട്ടാണ് ഏത് ഗവൺമെൻറ്റിലും, കൂട്ടുകക്ഷി ഗവൺമെൻറ്റിലായാലും അല്ലാത്ത ഗവൺമെൻറ്റിലും വിളിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യമേ ഞാൻ മനസ്സിലാക്കുന്നത് പിണറായി റവന്യൂ മന്ത്രിയെ വിളിക്കും, അല്ലെങ്കിൽ ബന്ധപ്പെട്ട മന്ത്രിയെ വിളിക്കും, ഇന്നതുപോലെ നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാൻ യോഗം വിളിക്കണം എന്നാവശ്യപ്പെടും. അങ്ങനെയാണ് യോഗം കൂടുന്നത്. അത് പിണറായിക്ക് നല്ലതുപോലെ അറിയുകയും ചെയ്യാം. അതാണ് അറിഞ്ഞിട്ടില്ല റവന്യൂ മന്ത്രി. അറിഞ്ഞിട്ടുള്ളത് തന്നെ ഈ നിലയ്ക്കൊക്കെയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ CPI-ക്കാരും കോൺഗ്രസ്സുകാരും CPM-കാരും എല്ലാവരും ചേർന്ന് കൊടുത്തിരിക്കുന്ന നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ റവന്യൂ സെക്രട്ടറിയോട് യോഗം വിളിക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നു. അത് എങ്ങനെയൊക്കെയോ അറിഞ്ഞ റവന്യൂ മന്ത്രി ഈ നിലയ്ക്ക് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പ്രതികരണമായി അങ്ങനെ ഒരു യോഗത്തിന്റെ ആവശ്യമില്ല എന്ന് പ്രതികരിക്കുന്നു. ഇതാണ് അവസ്ഥ. ഇങ്ങനെയാണ് ഒരു കൂട്ടുത്തരവാദിത്വമില്ലാത്ത സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത് എന്ന് പ്രതിപക്ഷത്തിന് ഉറപ്പിക്കാൻ കഴിയുന്നത്. അല്ല, ഇതൊരു കൂട്ടുത്തരവാദിത്തത്തിൻ്റെ പ്രശ്നമല്ല. മൂന്നാർ പ്രശ്നത്തെ സംബന്ധിച്ച് മന്ത്രിസഭക്കകത്ത് ഇടതുപക്ഷ മുന്നണിക്കകത്ത് കൃത്യമായ ധാരണയുണ്ട് അത് പരിഹരിക്കുന്നതിനെക്കുറിച്ച്. ഒന്ന്, കുടിയേറ്റക്കാരായിട്ടുള്ള ആളുകൾക്ക് പട്ടയം കൊടുക്കണം, കയ്യേറ്റക്കാരെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാതെ ഒഴിപ്പിക്കണം, നിയമപരമായ നടപടി പൂർത്തീകരിക്കണം, അതിന് സമവായം ഉണ്ടാവണം. ഇതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ സമീപനം ഇക്കാര്യത്തിൽ. ആ സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് അവിടുത്തെ സവിശേഷമായ ഒരു സാഹചര്യത്തിൽ ഒരു നിവേദക സംഘം വന്നു. ആ നിവേദക സംഘത്തിൻ്റെ നിവേദനം സ്വീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി റവന്യൂ സെക്രട്ടറിയോട് ഈ കാര്യം ചർച്ച ചെയ്യാൻ അവിടുത്തെ സർവകക്ഷി യോഗം വിളിക്കാൻ ആവശ്യപ്പെട്ടു. അത് സ്വാഭാവികമായിട്ടും മന്ത്രിസഭക്കകത്ത് റവന്യൂ മന്ത്രിയുമായിട്ട് ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സഖാവ് പ്രകാശ് ബാബു സഖാവിന് അതിനെക്കുറിച്ച് കൂടുതൽ വിവരമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം. അങ്ങനെ പിണറായി വിജയൻ ഏകപക്ഷീയമായി ഏതെങ്കിലും വകുപ്പിലേക്ക് ഈ ഇരച്ചു കയറുന്ന ഒരാളല്ല. വളരെ ഡെമോക്രാറ്റിക്കായിട്ട് ഈ മന്ത്രിസഭയെ കൊണ്ടുപോകാൻ, അതിൻ്റെ കൂട്ടുത്തരവാദിത്തത്തെ നിലനിർത്തി കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. തീർച്ചയായും. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത്രയും രൂക്ഷമായ ഒരു പ്രതികരണം കാനത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടിയിരുന്നു. അല്ല, അത് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്, ഇപ്പം ഇത്തരം കാര്യങ്ങളിൽ ഇടതുപക്ഷ മുന്നണി നേതാക്കന്മാർ ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷ മുന്നണിക്കകത്തും ഈ ഗവൺമെൻറ്റിനകത്തുമുള്ള ഒരു ഹാർമണി നിലനിർത്തുന്നതിൽ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലതരത്തിലുള്ള വെല്ലുവിളി. ഇപ്പം ഈ കോൺഗ്രസിൻ്റെ പ്രതിയായിട്ടുള്ള ജോസഫ് ഇവിടെ പറയുന്നത് കേട്ടല്ലോ. അദ്ദേഹം എന്ന് പറയുന്നത് ഇതിലൊക്കെ നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട് എന്നാണ്. കാരണം മഞ്ഞപ്പിത്തം ബാധിച്ച ആളുകൾക്ക് ഈ എല്ലാം മഞ്ഞയായിട്ട് തോന്നും. ആ നിക്ഷിപ്ത താല്പര്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണത്തിലേക്ക് വളരെ പെട്ടെന്ന് എത്താൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? CPI തന്നെ കൃത്യമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഓരോ പ്രതികരണങ്ങളിലും ആവർത്തിച്ച് പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, 22 സെൻറ്റിൻ്റെ പേരിൽ, അതായത് പണ്ട് മുക്കാടൻ്റെ ചാരായക്കട പിന്നീട് മണർകാടൻ്റെ ചാരായക്കടയായി മാറിയത് അവർ പിന്നെ ഉപേക്ഷിച്ചത് അവിടെ കൂടി കയ്യേറിയ ജോർജിന് വേണ്ടിയിട്ടുള്ള ഒരു വാദമാണിപ്പോൾ അവിടുത്തെ പ്രാദേശിക നേതാക്കൾ ഉന്നയിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തേത്, അവിടുത്തെ സബ് കളക്ടറെ മാറ്റാൻ വേണ്ടിയുള്ള നീക്കം നടക്കുന്നു. അവിടെ നിന്ന് പ്രാദേശിക നേതാക്കൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പരാതി ഉയർത്തിയിരിക്കുന്നു. ആ വിഷയത്തിൽ ഒരു ചർച്ച ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൂടിയുള്ള ഒരു നീക്കം. ഈ രണ്ട് വിഷയത്തിന് വേണ്ടിയാണ് ഈ യോഗം എന്ന ധാരണയുണ്ടാക്കുന്നത് CPI നേതാക്കളാണ്. അല്ല, CPI നേതാക്കൾ എന്ത് പറയുന്നുള്ളൂ. ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അവിടുത്തെ കലക്ടറിനെ ശ്രീറാമിനെ പറയുന്നത് കുഴപ്പമാണെന്നല്ല, അത് വാസ്തവമാണെങ്കിൽ സർക്കാർ കുഴപ്പത്തിലാണ് എന്നല്ല. അങ്ങനെ മാറ്റുക എന്നുള്ള ഒരു ഉദ്ദേശമില്ല. അതൊക്കെ വളരെ സുതാര്യമായ രീതിയിൽ ചെയ്യാവുന്ന, അതൊക്കെ വളരെ ഡെമോക്രാറ്റിക്കായിട്ട് ചർച്ച ചെയ്ത് ചെയ്യാവുന്ന ഒരു സമീപനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത്. ഈ മുന്നണി ഇപ്പം ബിലീവേഴ്സ് ചർച്ചിൻ്റെ താല്പര്യം സംരക്ഷിക്കാനാണ് കുരിശ് വലിയ പ്രശ്നമാക്കി പിണറായി പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു താല്പര്യമില്ല. ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം മൂന്നാറിൻ്റെ പ്രശ്നം ചരിത്രപരമാണ്. അവിടുത്തെ കയ്യേറ്റങ്ങളും കുടിയേറ്റങ്ങളൊക്കെ ആ ചരിത്രപരമായ പ്രശ്നത്തെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എങ്ങനെ പരിഹരിക്കണമെന്നുള്ളത്. തീർച്ചയായും ഞാൻ തിരിച്ചു വരാം. ജോസഫ് വാഴക്കൻ, ഒരു തരത്തിൽ ഒരു നിസ്സഹായത CPIക്കുണ്ടോ? അവർക്ക് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നത് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയുള്ള ശ്രമം കൂടി നടത്തുന്നു എന്ന് വേണമെങ്കിൽ കരുതണോ? ഇതിനകത്തൂടെ ശ്രീ പിണറായി വിജയനും CPM വലിയൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. CPIക്ക് ഇതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല, CPI വിചാരിച്ചാൽ ഒരു ചുക്കും ചെയ്യാനാവില്ല, ഈ പറയുന്ന ജാടയൊന്നും നടക്കില്ല എന്ന് വളരെ കൃത്യമായൊരു മെസ്സേജാണ്. അതല്ലെങ്കിൽ കേരള ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി റവന്യൂ വകുപ്പിൻ്റെ അധീനതയിലുള്ളൊരു വിഷയത്തെ സംബന്ധിച്ച് റവന്യൂ വകുപ്പ് മന്ത്രി അറിയാതെ ഒരു യോഗം വിളിച്ചു കൂട്ടുമോ? ഒരിക്കൽ ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് എനിക്കറിയില്ല.
അപ്പോൾ ഇത് റവന്യൂ വകുപ്പൊന്നുമല്ല, CPI ഒന്നുമല്ല, ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്, ഞങ്ങൾ തന്നെയാണ് തീരുമാനിക്കുന്നത് എന്നുള്ള ഒരു ധാർഷ്ട്യം, കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് 100% സത്യമാണ്. ഇതിനിടയ്ക്ക് ഇന്ന് ക്യാബിനറ്റ് ഉണ്ടായിരുന്നല്ലോ, വേറെ എന്തെല്ലാം കാര്യങ്ങൾ, കള്ളുൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങളൊക്കെ ആലോചിച്ചില്ല. അപ്പോൾ അവിടെ വെച്ച് ഇവർക്കൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നോ? ഇപ്പോഴും പ്രകാശ് ബാബു ഇപ്പോഴും പറയുന്നത് ഇങ്ങനൊരു യോഗം നടക്കുന്ന വിവരം അറിയത്തില്ല എന്ന്. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, യോഗം വിളിച്ചിട്ടുണ്ട്. റവന്യൂ സെക്രട്ടറി ആണ് യോഗം വിളിപ്പിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ്. റവന്യൂ മന്ത്രി ഇല്ലെങ്കിൽ വേണ്ട. റവന്യൂ മന്ത്രി ഒരാഴ്ച മുമ്പ് എഴുതി കൊടുത്തു, ഇങ്ങനെ ഒരു യോഗത്തിന് ആവശ്യമില്ല, അതുകൊണ്ട് ഈ യോഗം നടത്തേണ്ടതായിട്ടില്ല, മാറ്റിവെക്കണമെന്ന് പറഞ്ഞു. അതിനൊക്കെ പുല്ല് വിലയെ കൽപ്പിച്ചിട്ടുള്ളൂ. എന്ന് വെച്ചാൽ CPIക്ക് പുല്ല് വിലയെ കൊടുക്കുന്നുള്ളൂ. ഇവിടുത്തെ വിഷയത്തെ സംബന്ധിച്ച് ഞങ്ങൾ എടുക്കുന്ന തീരുമാനം അതൊന്ന് ഉറപ്പിക്കുകയാണ്. ഒരു രാഷ്ട്രീയമായി CPI അവിടെ ഒതുക്കിക്കെട്ടാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗം തന്നെ, അതിനകത്ത് യാതൊരു സംശയവുമില്ല. CPIക്ക് എന്തുമാത്രം മുന്നോട്ട് പോകാനാകുമെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട്. പക്ഷേ ശ്രീ ജോസഫ് വാഴക്കൻ മറ്റൊരു തരത്തിൽ ഇതിനെ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. കൗതുകകരമായ പല വ്യാഖ്യാനങ്ങളും CPIയുടെ ഇപ്പോഴത്തെ നിലപാടിന്, CPIയും CPM തമ്മിലുള്ള ഈ തർക്കത്തിന് ഒക്കെ നൽകുന്നവരുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ. VS വളരെ ശക്തമായി പ്രതിപക്ഷ സ്വരം ഉയർത്തിക്കൊണ്ടിരുന്ന ഒരു കാലമല്ല ഇപ്പോൾ. ആ നിലയ്ക്ക് എല്ലാ വിഷയത്തിലും VS പ്രതികരിക്കുന്നില്ല. അങ്ങനെ ഒരു വിശാലമായ സ്പേസ് ഒഴിഞ്ഞു കിടക്കുന്നു. ആ സ്പേസ് CPI വളരെ ബുദ്ധിപൂർവ്വം പ്രയോജനപ്പെടുത്തുന്നു. ഭരണത്തിലിരുന്നു കൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ പണിയെടുക്കാവുന്ന ആ ഒരു തന്ത്രം VS പഠിപ്പിച്ചിട്ടുള്ളത് കൃത്യമായി പ്രയോഗത്തിൽ വരുത്തുകയാണ് CPI എന്നതടക്കമുള്ള വിലയിരുത്തലുണ്ട്. കുറേയൊക്കെ അത് ശരിയാണെന്നും തോന്നിയിട്ടുണ്ട്. ആ ഒരു സാധ്യത കൂടി കണ്ടുകൂടെ? അല്ല, ഒരുപക്ഷെ അതായിരിക്കാം ശ്രീ പിണറായി വിജയന് അവരെ ഇപ്പോൾ സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ അതിനെ അതിജീവിക്കാനുള്ള കെൽപ്പ് CPIക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഈ വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയം കാണുന്നത്. ഇവിടെ ഇപ്പോൾ CPI നിൽക്കുന്ന നിയമപരമായ സത്യത്തിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം അവിടെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സബ് കളക്ടറുടെ ശ്രമത്തിന് പിന്തുണ കൊടുക്കുക, ഒരു ഗവൺമെൻറ്റിനും ഒരു മന്ത്രിക്കും ചെയ്യാൻ കഴിയുന്ന നീതിപൂർവമായ തീരുമാനം അതാണ്. പക്ഷേ അതിന് വിരുദ്ധമായി CPM മറ്റൊരു നിലപാടിലേക്ക് പോകുന്നു. അവിടെ CPMനെ എതിരെ നിൽക്കാൻ CPIക്ക് കെൽപ്പുണ്ടോ എന്നുള്ളത് നമ്മളെല്ലാം ശ്രദ്ധിക്കുകയാണ്. ശ്രീ CR നീലകണ്ഠൻ, അങ്ങനെ ഒരു നിസ്സഹായാവസ്ഥയിലാണ് CPI എങ്കിൽ സ്വാഭാവികമായും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്ന് ജനങ്ങളെ അറിയിക്കാൻ CPIക്ക് മുന്നിലുള്ള ഏകമാർഗം ഇതൊക്കെ തന്നെയാണ്. ഈ പ്രതിഷേധ സ്വരം ആവർത്തിച്ചുയർത്തുക, കൃത്യമായി രണ്ട് വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ട് ഈ വിഷയത്തെ അവതരിപ്പിക്കുക. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന തർക്കത്തിൽ ഈ 22 ചാരായക്കടയിരുന്ന 22 സെൻറ്റിൻ്റെ കാര്യത്തിലും ഒപ്പം സബ് കളക്ടറെ മാറ്റുന്ന കാര്യത്തിലും ഒരു ഗൂഢാലോചന ആ ജില്ലയിൽ നടക്കുന്നു. ആ ഗൂഢാലോചനയ്ക്ക് ഈ സർക്കാർ കൂട്ടുനിൽക്കുന്നു, അല്ലെങ്കിൽ CPM അങ്ങനെ തന്നെ വേണമല്ലോ, സർക്കാർ എന്നല്ല CPM കൂട്ടുനിൽക്കുന്നു എന്ന വിഷയമാണ് ആവർത്തിച്ച് CPI ഉന്നയിക്കുന്നത്. അതങ്ങനെ തന്നെ ആ ആരോപണം ഉന്നയിച്ചില്ലെങ്കിൽ കൂടി അങ്ങനെ തന്നെ എല്ലാവർക്കും മനസ്സിലാകാനാണ് ആ ആരോപണം ഉന്നയിക്കുന്നത്. അതൊരു നിസ്സഹായാവസ്ഥയിൽ നിന്ന് വരുന്ന പ്രതികരണമാണ്. അല്ല, നിസ്സഹായാവസ്ഥ മാത്രമല്ല, CPIക്ക് അവരുടെ ലക്ഷ്യം നേടിയെടുക്കണമെങ്കിൽ, അവർ പറയുന്ന കാര്യം മുന്നോട്ട് വയ്ക്കണമെങ്കിൽ ഉറപ്പായും ഇന്ന് ആ മുന്നണിക്കകത്ത്, മന്ത്രിസഭയ്ക്കകത്ത് ചർച്ച ചെയ്ത് മാത്രം കിട്ടില്ല. പൊതുസമൂഹത്തിൻ്റെ പിന്തുണ ആവശ്യമാണ്. ഇത് VS ഉപയോഗിച്ച തന്ത്രം തന്നെയാണ്. പാർട്ടിക്കകത്ത് നേടിയെടുക്കാൻ കഴിയാത്തത് പൊതുസമൂഹത്തിൻ്റെ പിന്തുണയോടെ പാർട്ടിയെ നിർബന്ധത്തിലാക്കുക എന്നുള്ളത് CPI ചെയ്യുന്നതിൽ ഞാൻ തെറ്റ് പറയില്ല. കാരണം CPM പോലൊരു രാഷ്ട്രീയ കക്ഷി, ഇപ്പോൾ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു മൂന്നാറിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കൃത്യമായ നിലപാട് നമുക്കറിയാം. മൂന്നാറിനെ സംബന്ധിച്ചുള്ള നിലപാട് ഒരാളെ ഇറക്കണ്ട എന്നുള്ളതാണ്. അവിടെ കയ്യേറ്റം കുടിയേറ്റം എന്നൊന്നും പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യണ്ട കുഞ്ഞിക്കണ്ണ. അവിടെ അങ്ങനെയൊന്നുമില്ല. കയ്യേറ്റം എന്നൊക്കെ തന്നെ ഉള്ളൂ. കുടിയേറ്റം എന്നൊന്നും പറയാം, മൂന്നാറിൽ കണ്ണൻ്റെ വല്ല കുടിയേറ്റമൊന്നുമില്ല, അത് കയ്യേറ്റം തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞത് അവിടെ അങ്ങനെ കൺഫ്യൂഷനും ഇല്ല. ഉള്ളത് ഒഴിപ്പിക്കുക തന്നെയാണ് വേണ്ടേ. അത് എത്ര സെൻറ്റിന് താഴെ ഒഴിപ്പിക്കണം, റിസോർട്ടുകാരെ ഒഴിപ്പിക്കണോ, മറ്റൊരു ഒഴിപ്പിക്കണ്ട, അല്ലെങ്കിൽ ഒരു കുടിൽ കെട്ടിയവനെ ഒഴിപ്പിക്കണ്ട എന്നുള്ളതേ ഉള്ളൂ. അതൊക്കെ വളരെ എളുപ്പം തീരുമാനിക്കാം. പക്ഷേ ഒരു റിസോർട്ടുകാരനെ ഒഴിപ്പിക്കേണ്ട എന്ന തീരുമാനം, പിണറായി വിജയൻ എടുത്തുള്ള തീരുമാനം, അത് നടപ്പാക്കാൻ CPIക്ക് കഴിയില്ലല്ലോ. അവിടെയാണ് ഇതിലെ കൺഫ്യൂഷൻ വരുന്നത്. ഇപ്പോൾ CPIക്ക് വേറെ എന്താ മാർഗം? ഹർഷൻ, വേറൊരു വഴിയില്ല അവർക്ക്. അവരെ സംബന്ധിച്ചിടത്തോളം പബ്ലിക്കിൻ്റെ സപ്പോർട്ട് വാങ്ങിക്കുക, ആ സപ്പോർട്ടും കൊണ്ട് മുമ്പോട്ട് പോവുക. ഇപ്പോൾ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ മന്ത്രിയായിട്ട് കാണുമ്പോൾ ഇങ്ങനെ 1-ാം തീയതി ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടെന്ന് പറയായിരുന്നു. എന്തേ മുഖ്യമന്ത്രി പറയാഞ്ഞേ? എന്തേ മന്ത്രി ചോദിക്കാഞ്ഞേ? മന്ത്രിക്ക് ചോദിക്കാമല്ലോ. അങ്ങനെ ഒരു കേട്ടല്ലോ. മന്ത്രി ചോദിച്ചിട്ടുമില്ല, മുഖ്യമന്ത്രി പറഞ്ഞിട്ടുമില്ല. എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും അവനവൻ്റെ പൊസിഷൻ അറിയാം.
പരസ്പരം അറിഞ്ഞിട്ടാണ് നിൽക്കണേ. അതൊരു പോരാട്ടത്തിൻ്റെ പൊസിഷനാണ്. ചെസ്സിലെ കരു ചെക്ക് വെച്ച് നിൽക്കണ മാതിരി നിൽക്കണം. ഇനിയിപ്പോൾ പുറത്തുനിന്നുള്ള പിൻബലമില്ലാതെ മൂവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൃത്യമായി CPIക്ക് അറിയാം. ഒരു കയ്യേറ്റം പോലും ഒഴിപ്പിക്കാൻ അവിടെ പറ്റില്ല. ചന്ദ്രശേഖരൻ എത്ര ആത്മാർത്ഥത്തോട് ചെയ്താലും ഇനി അതിനെന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അതിന് ആ സാധ്യത അടയ്ക്കുക എന്നുള്ളതാണ് ശ്രീറാം വെങ്കിട്ടരാമനെ മാറ്റിയത്. തീർച്ചയായും വ്യക്തമാണ്. ശ്രീ പ്രകാശ് ബാബു, എന്തുകൊണ്ടാണ് ഈ രണ്ട് വിഷയത്തിലേക്ക് ഈ കാര്യങ്ങളെ എത്തിക്കുന്നത്? അവിടെ കയ്യേറ്റം, നേരത്തെ താങ്കൾ സൂചിപ്പിച്ച ഈ 154 പേരുടെ പട്ടിക CPI പുറത്തുവിട്ടു എന്നതല്ല, അങ്ങനെ CPI പുറത്തുവിട്ടു എന്നുമല്ല പറഞ്ഞത്. റവന്യൂ വകുപ്പിൽ നിന്ന് തന്നെയാണ് ആ രേഖ പുറത്തു വന്നത്. ആ പട്ടിക എങ്ങനെ പുറത്തു എന്നത് സംബന്ധിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചു നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ ഒരു പട്ടികയുണ്ട്. ആ പട്ടിക പുറത്തു വന്നത് അവിടുത്തെ പാവപ്പെട്ടവരെയും സാധാരണക്കാരെയും ഇളക്കാനാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാരണം അര സെന്റുകാരനും ഏതാനും സ്ക്വയർ ഫീറ്റുകാരനും ഉൾപ്പെടുന്നതാണ് ആ പട്ടിക. ആ നിലയ്ക്ക് അവിടെ ഒരു ബോധപൂർവം ഈ വിഷയത്തെ അട്ടിമറിക്കാൻ ഇറക്കിയ പട്ടികയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതവിടെ നിൽക്കട്ടെ. എന്തുകൊണ്ടാണ് ഈ രണ്ട് വിഷയത്തിൽ മാത്രം ഊന്നിക്കൊണ്ട് ഈ സബ് കളക്ടറെ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം നടക്കുന്നു എന്ന വിഷയത്തിൽ വളരെ ഉദാരമായി തന്നെ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് കാനം പ്രതികരിക്കുന്നുണ്ട്. അതുപോലെ ഈ 22 സെന്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വളരെ വ്യക്തതയുണ്ട്, അതിനോടും കാനം പ്രതികരിക്കുന്നുണ്ട്. ഈ രണ്ട് വിഷയത്തോട് മാത്രം പ്രതികരിച്ചുകൊണ്ട് എന്തുകൊണ്ട് അങ്ങനെ ഒരു ധാരണ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു? അല്ല, നമ്മുടെ ചർച്ചയിൽ CPIയെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്, അതേസമയം തന്നെ വളരെയധികം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എനിക്കിതെല്ലാം കൂടെ കേട്ടപ്പോൾ വളരെ കൗതുകകരമായിട്ടാണ് തോന്നുന്നത്. ഞാൻ ഒരു കാര്യം വ്യക്തമാണ്, അത് താങ്കൾക്ക് മാത്രമല്ല പൊതുവെ ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് കൗതുകകരമാണ് എന്നതുകൊണ്ട് തന്നെയാണ് താങ്കൾക്കും അത് കൗതുകകരമായി. ഞങ്ങളുടെ നിലപാട് വളരെ കൃത്യമാണ്. റവന്യൂ വകുപ്പിനെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗം അംഗീകരിച്ച് ഗവൺമെൻറ് നടപ്പിലാക്കാൻ വേണ്ടി പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് അക്കാര്യത്തിൽ ചെയ്യുന്നത്. അതിനകത്ത് ഒരു വ്യത്യാസവും ഞങ്ങൾ വരുത്തിയിട്ടില്ല. CPI എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകളും ഇക്കാര്യത്തിൽ വ്യക്തമാണ്. ഞങ്ങൾ അന്നേരം ഓരോ നിലപാടെടുക്കുകയല്ല, ആദ്യം മുതലേ ഒരേ നിലപാടിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ആ നിലപാടിൽ ഒരു മാറ്റമില്ല. അന്നേരം പിന്നെ എന്തിനാ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്, പിന്നെ എന്തിനാ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? ഞങ്ങൾക്ക് അതിനകത്ത് ഒരു നിസ്സഹായാവസ്ഥയില്ല. ഗവൺമെൻറ് എടുത്തിട്ടുള്ള നിലപാടുകളിൽ നിന്നുകൊണ്ട് CPI മുന്നോട്ട് പോകും. അതിൻ്റെ മന്ത്രിമാരും ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകും. ഒരു തെറ്റിദ്ധാരണയും അക്കാര്യത്തിൽ ആർക്കും വേണ്ട. ഇവിടെ ഈ വിഷയത്തിൽ ഈ 154 പേരുടെ പേര് കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ റവന്യൂ വകുപ്പ് കൊടുത്തതായിരിക്കും ഉദ്ദേശിച്ചത്. പറഞ്ഞപ്പോൾ CPI എന്നുള്ള നിലയിൽ പറഞ്ഞതുകൊണ്ടാണ് ഞാനത് ക്ലാരിഫൈ ചെയ്തത്. ഇവർ കൊടുത്ത നിവേദനത്തിൽ വെങ്കട്ടരാമനെ മാറ്റുന്ന കാര്യമൊന്നും നിവേദനത്തിൽ പറഞ്ഞിട്ടില്ല. ആ നിവേദനത്തിൻ്റെ കോപ്പി കണ്ട ഒരാളാണ് ഞാനും. അതിനകത്ത് ശ്രീറാം വെങ്കട്ടരാമനെ മാറ്റുന്ന കാര്യമൊന്നും നിവേദനത്തിൽ പറഞ്ഞിട്ടില്ല. അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനം ഈ ജോർജിൻ്റെ 22 സെൻറ്റ് ഒഴിപ്പിക്കാൻ ഇടയായ സാഹചര്യത്തിൽ മറ്റുള്ള കുത്തകപ്പാട്ട വ്യവസ്ഥക്കാരെയും ഒഴിപ്പിക്കുമെന്നുള്ള ആശങ്കയാണ് അവർക്ക്. അങ്ങനെ ആശങ്ക പങ്കുവെച്ച് കുറച്ച് ആളുകൾ മൂന്നാറിൽ നിന്ന് ഒരു നിവേദനം കൊടുത്താൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു യോഗം വിളിക്കേണ്ടതില്ല എന്ന് റവന്യൂ മന്ത്രി ചന്ദ്രശേഖരൻ തന്നെ അത് വ്യക്തമാക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കൊടുത്ത ഒരു അറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ റവന്യൂ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി തന്നെ മന്ത്രി ഇങ്ങനെ നിർദ്ദേശിച്ചിട്ടുണ്ട്, യോഗം വേണ്ട, അങ്ങനെ ഒരു യോഗം വിളിക്കേണ്ടത് ആവശ്യമില്ല എന്ന് പറഞ്ഞ് അതവിടെ ക്ലോസ് ചെയ്തതാണ്. അല്ലാതെ ഒരു യോഗം റവന്യൂ മന്ത്രി അറിയാതെ അങ്ങനെ ഒരു യോഗം വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിന് റവന്യൂ മന്ത്രിയും CPI ഒന്നും അതിന് മറുപടി പറയേണ്ടുന്ന കാര്യമില്ല. അത് അങ്ങനൊരു സാധാരണഗതിയിൽ ഒരിക്കലും നമ്മുടെ സംസ്ഥാനത്ത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാറില്ല. തീർച്ചയായും അങ്ങനെ ഒരു യോഗം വിളിക്കുന്ന കീഴ്വഴക്കം ഇല്ലാത്തതാണ്. എന്നാൽ എന്തുകൊണ്ടാണെന്നറിയില്ല ഇങ്ങനെ ഒരു വിഷയം സംഭവിച്ചിരിക്കുന്നു ഈ വിഷയത്തിൽ. അതുകൊണ്ട് തന്നെ ഇതൊരു കീഴ്വഴക്കം അല്ല എന്നതുകൊണ്ട് തന്നെ ഇത് നിയമപരമാണോ എന്നതുകൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്നതടക്കമുള്ള വിഷയങ്ങൾ. അപ്പം നിയമപരമായത് മാത്രമേ നിലനിൽക്കൂ. ഭൂസംരക്ഷണ നിയമപ്രകാരമുള്ള ഒരു തീരുമാനം മാത്രമേ നിലനിൽക്കൂ. ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുക എന്നതാണ് സർക്കാരിൻ്റെ ബാധ്യത എന്നതടക്കമുള്ള വിവരങ്ങൾ, എന്നതടക്കമുള്ള പ്രതികരണങ്ങൾ കാനത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുമുണ്ട്. എന്തായാലും വളരെ പെട്ടെന്ന് തിരിച്ചു വരാൻ ചർച്ചയിലേക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, അതൃപ്തി CPIക്ക് ഇല്ലെന്നും CPI അങ്ങനെ ഒരു അതൃപ്തി അറിയിച്ചിട്ടില്ലെന്നുമുള്ള കോടിയേരി ബാലകൃഷ്ണൻ്റെ പ്രതികരണത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ വിഷയത്തിൽ കാനത്തിൻ്റെ പ്രതികരണം വരുന്നത്. ആ അതൃപ്തി, എന്നാൽ ഇതാ അതൃപ്തി എന്ന മട്ടിൽ, അതായത് ഒരു
മറുപടി കൃത്യമായി നൽകുകയാണ് ആ ഘട്ടത്തിൽ CPI ചെയ്യുന്നത്. CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ആ പ്രതികരണം വന്നതിന് തൊട്ടു പിന്നാലെ എങ്ങനെയാണ് ഇത് ഐക്യ സ്വഭാവത്തിൽ നീങ്ങുന്ന, പരസ്പര ധാരണയോടെ നീങ്ങുന്ന, പരസ്പരം ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് നീങ്ങുന്ന ഒരു സർക്കാരും മൂന്നാർ വിഷയത്തിലടക്കം അങ്ങനെ ഒരു ധാരണയുടെ പുറത്ത് നീങ്ങുന്ന തീരുമാനങ്ങളും അത് നടപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുമാണ് എന്നൊക്കെ വാദിക്കാൻ കഴിയും? അല്ല, ഇതിലിപ്പം CPI ഒരു പാർട്ടിയാണ്, CPM വേറൊരു പാർട്ടിയാണ്. മുന്നണി ഒരു പൊതു അജണ്ടയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതാണ്. ആ പൊതു അജണ്ടയിൽ നിന്ന് വിരുദ്ധമായ നീക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. പ്രകാശ് ബാബു സാഹോട് സംസാരിക്കും. സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുകയാണ് CPI ഇവിടെ ചെയ്യുന്നത് എന്ന ഒരു യാഥാർത്ഥ്യമില്ലേ? അല്ല, ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് ഈ ചർച്ചയിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ല, അത് കടക്കാത്തതാണ്. സഖാവ് പ്രകാശ് ബാബു തന്നെ ഇവിടെ പറഞ്ഞു, ഇങ്ങനെ ഒരു നിവേദക സംഘം വന്നു. ആ നിവേദക സംഘത്തിന്റെ പിറകിൽ വാഴക്കനോട് സൂചിപ്പിച്ചതുപോലെ ഒരുപാട് നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ടാകും. എല്ലാ പാർട്ടിക്കാരുമാണ്. അങ്ങനെ ഒരു നിവേദക സംഘം മുഖ്യമന്ത്രിയെ പോയി കണ്ടു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്വാഭാവികവും ചെയ്യേണ്ടത് ഈ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്താണ്, സർക്കാർ ഒരു നിലപാട് പറയുന്നതിന് പകരം സർവകക്ഷി സമവായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ. ഇടുക്കി ജില്ലയിൽ നിന്ന് വരുന്ന ആദ്യത്തെ പരാതിയാണോ ഇത്? അല്ല, എത്ര പരാതികൾ സമാന സ്വഭാവത്തോടെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഒരിക്കൽ പോലും ഈ നിലയ്ക്കൊരു യോഗം വിളിച്ചു ചേർക്കാൻ ശ്രമിക്കാത്ത പിണറായി എന്തുകൊണ്ടാണ് ഇപ്പോഴിങ്ങനെ ഒരു ശ്രമം നടത്തുന്നത്? ഇടുക്കി ജില്ലയിൽ ഈ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു തീരുമാനവും അതിൻ്റെ ഒരു പ്രയോഗവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നീലകണ്ഠൻ ഇവിടെ സൂചിപ്പിക്കുന്നത് പോലെ എന്താണ് ലളിതമല്ല കാര്യങ്ങൾ, എല്ലാം കയ്യേറ്റമേയുള്ളൂ, കുടിയേറ്റില്ലെന്ന്. അവിടെ മൂലധന നിക്ഷേപ താല്പര്യത്തോട് വന്ന ആളുകളുണ്ട്, വൻകിടക്കാരുണ്ട്. അവരെയാണ് നമ്മൾ പ്രധാനമായിട്ട് കയ്യേറ്റക്കാരായി കാണുന്നത്. പക്ഷേ ഭൂമി ഈ കുടിയേറി താമസിക്കുന്നതും കയ്യേറുന്നതും ഒക്കെ തന്നെ എന്താണ് സാങ്കേതിക അർത്ഥത്തിലൊന്നാണ്. പക്ഷേ സാങ്കേതിക അർത്ഥമല്ല, ഉപജീവനത്തിൻ്റെ ഭാഗമായിട്ട് സർക്കാരിൻ്റെ തന്നെ നയങ്ങളുടെയും ജീവിത സമ്മർദ്ദങ്ങളുടെയും ഭാഗമായിട്ട് അവിടെ എത്തപ്പെട്ട ആളുകൾ. അത്തരം ആളുകൾക്ക് ഭൂമി കൊടുക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ എന്ന് പറഞ്ഞാൽ കയ്യേറ്റത്തെയും കുടിയേറ്റത്തെയും കൂട്ടിക്കുഴച്ച് കുടിയേറ്റക്കാരെ മുൻനിർത്തി കയ്യേറ്റക്കാർ രക്ഷപ്പെടുന്ന ഒരു സ്ഥിര ഏർപ്പാടാണ് ഇത്തരം മേഖലകളുള്ളത്. അതെല്ലാ പർവ്വത നഗരങ്ങളിലുണ്ട് കേരളത്തിൽ. ഈ കയ്യേറ്റക്കാർ എപ്പോഴും ഈ കുടിയേറ്റക്കാരായിട്ടുള്ള പാവങ്ങളെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ബാർഗെയിൻ ചെയ്യുന്നത്, സമ്മർദ്ദം ചെലുത്തുന്നത്. ആ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന നിവേദക സംഘത്തിന് പിറകിൽ വാഴക്കൻ പറഞ്ഞതുപോലെ ഒരുപാട് നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ടാകും. പക്ഷേ കേരളത്തിന്റെ ഒരു മാധ്യമങ്ങളോട് പറഞ്ഞ് പരിഹരിക്കേണ്ട പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കാനം ഈ വിഷയങ്ങളിലൊക്കെ ഉദാരമായി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത്. ഇനിയും അദ്ദേഹം പ്രതികരിക്കട്ടെ, അങ്ങനെ നമുക്ക് ഈ ചർച്ചകളൊക്കെ നടത്താനുള്ള അവസരം വരട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അദ്ദേഹം ചെയ്യുന്നത് ഈ നിലയ്ക്കാണ്. അതായത് വളരെ ബുദ്ധിപൂർവ്വം ഈ വിഷയത്തെ അവതരിപ്പിക്കുന്നു എന്നത് CPI കഴിഞ്ഞ കുറച്ച് നാളുകളായി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന തോന്നലെങ്കിലും കുറഞ്ഞപക്ഷം CPIക്കില്ലേ, CPM-നില്ലേ? CPM-നെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത താല്പര്യങ്ങളും നിലപാടുകളും ഉള്ളതുകൊണ്ടാണല്ലോ വ്യത്യസ്ത പാർട്ടികളായി നിൽക്കുന്നത്. ഈ താല്പര്യങ്ങളുടെയും നിലപാടുകളുടെയും ഒരു അന്തർസംഘർഷങ്ങൾ പലപ്പോഴും പല രൂപത്തിൽ പുറത്തു വരാം. ഞാൻ വെറുതെ തിയറി പറയുന്നതല്ല. ആ അന്തർസംഘർഷങ്ങളും വൈരുദ്ധ്യങ്ങളും പലതരത്തിൽ പുറത്തു വരാം. പക്ഷേ അതിനെ സംയമനത്തോടുകൂടി ജനാധിപത്യപരമായിട്ട് അഭിമുഖീകരിച്ചുകൊണ്ട് മാത്രമേ മുന്നണിയുടെ ഐക്യം നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നുള്ളത് കേരളത്തിൻ്റെ മുന്നണി ചരിത്രം പഠിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം. തീർച്ചയായും. ഞാൻ ശ്രീ പ്രകാശ് ബാബു, ആകപ്പാടെ ഇപ്പോൾ CPM-ന് മാത്രമാണ് മുന്നണി താല്പര്യം നിലനിർത്താനുള്ള ഒരു ഉത്തരവാദിത്വവും ആ ആഗ്രഹവും ഉള്ളത് എന്ന് തോന്നിപ്പോകുന്നു ശ്രീ KT കുഞ്ഞിക്കണ്ണൻ്റെ പ്രതികരണം കാണുമ്പോൾ. അല്ല, ഈ മുന്നണിയെ ശക്തിപ്പെടുത്തണം എന്ന് ആദ്യം മുതലേ പറയുന്ന ഒരു പാർട്ടിയാണ് CPI. ഞങ്ങളിപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. മുന്നണി ദുർബലപ്പെടുന്ന സന്ദർഭത്തിലാണ് ഞങ്ങൾ അതോടൊപ്പം പാർട്ടിയെ ശക്തിപ്പെടുത്തണമെന്നുള്ള സ്വാഭാവികമായ അജണ്ട, ആ അജണ്ടയ്ക്ക് വേണ്ട ഒരു ഗംഭീര സാധ്യത കൂടി CPIക്ക് മുന്നിൽ ഈ ഭരണത്തിൽ ഇരുന്നു കൊണ്ട് ലഭിക്കുന്നു എന്നതുകൂടിയാണോ ഒരുപക്ഷെ? നേരത്തെ ശ്രീ CR നീലകണ്ഠനോട് ചോദിച്ച ചോദ്യത്തിന് കൂടി ഉത്തരമായി താങ്കൾക്ക് വേണമെങ്കിൽ അത് പറയാം. അല്ല, അതിനെ വളച്ചൊടിക്കരുത്. മുന്നണി സംവിധാനം ശക്തിപ്പെടുത്തി കൊണ്ടുപോകുന്നതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടുന്നത് എന്താ? ആ മുന്നണിയിലെ ഘടകകക്ഷികൾ തമ്മിലുള്ള നല്ല ബന്ധമാണ്. അപ്പോൾ മന്ത്രിസഭയ്ക്കും ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയാവുമ്പോൾ നിശ്ചയമായും
ഓരോ മന്ത്രിമാർക്കും കൊടുത്തിട്ടുള്ള വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ആ മന്ത്രിമാരുമായി കൂടിയാലോചിച്ചുകൊണ്ട് എല്ലാ വകുപ്പുകളുടെയും പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഒരു കൂട്ടുകക്ഷി ഗവൺമെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ സർക്കാരിൽ ഇരുന്നുകൊണ്ടാണല്ലോ CPM മാത്രമല്ല സർക്കാർ എന്ന് കാനത്തിന് പറയേണ്ടി വരുന്നത്. അതെ, നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണി ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികൾ, ചന്ദ്രശേഖരൻ ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി നേതാവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി എന്നുള്ള നിലയിലും മുന്നണി എന്നുള്ള നിലയിലും ചന്ദ്രശേഖരനുമായി കൂടിയാലോചിച്ച് എങ്ങനെ നീങ്ങണം എന്നുള്ളത് വരുമ്പോഴാണ് കൂട്ടുകക്ഷി ഗവൺമെൻറ്റിൻ്റെ ഒരു കൂട്ടുത്തരവാദിത്വം അക്കാര്യത്തിൽ വരുന്നത്. അപ്പം നിശ്ചയമായും മുൻകൈ എടുക്കേണ്ടുന്ന ആളുകൾ ആ നിലയിൽ മുൻകൈ എടുക്കുമ്പോൾ മുന്നണിക്ക് ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല. പക്ഷേ ശ്രീ പ്രകാശ് ബാബു, ചെറിയ കാര്യങ്ങളിൽ ഇതിപ്പോ ഈ 22 സെന്റുമായി ബന്ധപ്പെട്ട തർക്കം എന്തായാലും അതൊരു വലിയ വിഷയമാണ് മൂന്നാറിനെ സംബന്ധിച്ചിടത്തോളം. ആ മൂന്നാറിന്റെ എവിക്ഷനെ ഏത് തരത്തിൽ ഈ വിഷയത്തിലൊക്കെ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് ബാധിക്കുമെന്നതൊക്കെ ഒരു വസ്തുതയാണ്. പക്ഷേ CPM സമാനമായി CPIയുടെ വകുപ്പുകളുടെ പ്രവർത്തനങ്ങളോട് പ്രതികരിക്കുന്നുണ്ടോ എന്നതുകൂടിയുണ്ടല്ലോ. അതായത് സർക്കാരിൻ്റെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെടുത്തിക്കൊണ്ട് CPI പ്രവർത്തിക്കുന്ന ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പോൾ ചെറിയ ഉദാഹരണങ്ങൾ എടുത്താൽ ഈ അക്കേഷ്യ നടന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു, പക്ഷേ വനംവകുപ്പ് നടപ്പാക്കുന്നത് മറ്റൊന്നാണ്. ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ നടപ്പാവുമ്പോൾ അതിനെതിരെ അത് CPIയുടെ മന്ത്രിമാർക്കെതിരെ ആരോപണവുമായോ ഇതിലേക്ക് കോർണർ ചെയ്യാനോ ഒക്കെ കോടിയേരി ബാലകൃഷ്ണൻ ശ്രമിക്കുന്നില്ല. ഇല്ലില്ല, വനം വകുപ്പുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് എടുത്ത തീരുമാനമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. വനം വകുപ്പ് അതിനപ്പുറത്തേക്ക് പോയിട്ടേ ഇല്ല. അതിൽ വനം വകുപ്പിലെ ചില ഉദ്യോഗസ്ഥന്മാർ അവർ സംരക്ഷിച്ചിട്ടുള്ള നഴ്സറിയുമായി ബന്ധപ്പെട്ട് അതിന്റെ വിതരണത്തിൽ എടുത്ത ഒരു തെറ്റായ നിലപാടാണ്. അത് വില്ലേജ് ഓഫീസിലെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കോടിയേരി ബാലകൃഷ്ണൻ CPIയുടെ മന്ത്രിമാരെ ആ നിലയ്ക്ക്, അല്ലെങ്കിൽ CPIയുടെ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന CPIയുടെ വ്യക്തികളുടെ പ്രവർത്തനത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ് എന്ന മട്ടിൽ ഈ വിഷയത്തെ അവതരിപ്പിക്കുന്നില്ല. CPIയെ ഏതെങ്കിലും തരത്തിൽ കുറ്റപ്പെടുത്തുന്നില്ല. അല്ല, CPIയുടെയോ റവന്യൂ വകുപ്പ് മന്ത്രിയുടെയോ എന്തെങ്കിലും വീഴ്ച കൊണ്ടാണോ കോഴിക്കോട് ഈ വില്ലേജിലെ ഒരു കർഷകൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു? ഒരിക്കലും അല്ല. ഞാനത് ചോദിച്ചത് ഈ പറഞ്ഞ ഒരു കൂട്ടുത്തരവാദത്തിന്റെ പരസ്പര ധാരണയുടെയൊക്കെ ഒരു സാഹചര്യം ഒരു സർക്കാർ എന്ന നിലയ്ക്ക് ഉണ്ടാവണമെങ്കിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ സ്വീകരിക്കുന്ന നിലപാട്, അല്ലെങ്കിൽ അതിൽ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അത് മുന്നണിക്കുള്ളിൽ തന്നെ പരിഹരിക്കേണ്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഇതൊക്കെ ഉണ്ടാക്കേണ്ടത് എല്ലാ പാർട്ടികളുമാണ്. ആ വിഷയത്തിൽ പക്ഷേ പാർട്ടിയുടെ ഒരു വളർച്ചയുടെ സാധ്യത എന്നത്, അല്ലെങ്കിൽ ആ ഒരു രുചി അറിഞ്ഞ സാധ്യത അത് CPI വല്ലാതെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്ന് വിലയിരുത്തുന്ന രാഷ്ട്രീയ നിരീക്ഷകരാണ്. അതിനകത്ത് ന്യായമോ അന്യായമോ ഒക്കെ കാണാം, അതുപോട്ടെ, ന്യായം കാണാം, നീതിയുക്തമായ വാദങ്ങളൊക്കെ കാണാം. പക്ഷേ ആ സാധ്യത അത് ഈ ഭരണത്തിൽ ഇരുന്നുകൊണ്ട് വല്ലാതെ CPI കാണുന്നു എന്ന വാദം കൂടിയുണ്ട്. അല്ല, ഒരു കാര്യം വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മുന്നണിയെ ദുർബലപ്പെടുത്തിക്കൊണ്ട് CPI മാത്രമായി വളരുക എന്ന ഒരു ചിന്ത ഞങ്ങളിൽ ഉണ്ടായിട്ടുമില്ല. അതിനുവേണ്ടി ഞങ്ങൾ ശ്രമിച്ചിട്ടുമില്ല. മുന്നണിയെ ശക്തിപ്പെടുത്തുകൊണ്ട് പാർട്ടിയും ശക്തിപ്പെടുക എന്നതിനപ്പുറത്തേക്ക് ഒരിക്കലും മുന്നണിയെ ദുർബലപ്പെടുത്തുന്ന ഒരു സമീപനം CPIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയില്ല, ഉണ്ടായിട്ടുമില്ല. കാനത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ ആ നിലയിൽ വ്യാഖ്യാനിക്കുന്നത് തെറ്റുമാണ്. കാനം പറഞ്ഞത് അതിൽ ഇങ്ങനെ ഒരു യോഗം വിളിക്കുന്നതിനെ സംബന്ധിച്ച് റവന്യൂ മന്ത്രി അദ്ദേഹത്തിൻ്റെ നിലപാട് നേരത്തെ അറിയിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നു അങ്ങനെ ഒരു യോഗം വിളിക്കുന്ന കാര്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അറിയത്തില്ല. ആ യോഗത്തിൻ്റെ ഒരു ആവശ്യം ഈ നിവേദക സംഘത്തിൻ്റെ ആവശ്യത്തിൻ്റെ പുറത്ത് അങ്ങനെ ഒരു യോഗത്തിൻ്റെ ആവശ്യമില്ല എന്ന നിലപാടാണ് ചന്ദ്രശേഖരനുള്ളത്, CPIക്കുള്ളത്. അത് ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ശ്രീ ജോസഫ് വാഴക്കൻ, ഭരണസ്തംഭനമുണ്ടാകുന്നു, സർക്കാരിൻ്റെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയും ഒക്കെ ഇന്ന് ആരോപിച്ചത്. പക്ഷേ ഇതൊക്കെ ഈ ചലിക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാവുന്ന തർക്കങ്ങൾ എന്നുകൂടി കരുതിക്കൂടെ? ഇതൊരു ചെറിയ തർക്കമല്ലല്ലോ. കേരളത്തിൻ്റെ ഒരു റവന്യൂ മന്ത്രിയെ മാറ്റി നിർത്തിക്കൊണ്ട്, ഒരു വകുപ്പിൻ്റെ മന്ത്രിയെ മാറ്റി നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി നേരിട്ട് ആ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരെയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കായി സർവകക്ഷി യോഗം വിളിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. അതിനകത്ത് CPI ഇത്രയേ പറയുന്നുള്ളല്ലോ. യഥാർത്ഥത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തുക, ഇവിടെ ഇപ്പോൾ നടക്കുന്നത്, ഇടുക്കി രാഷ്ട്രീയത്തിൽ നടക്കുന്നത് CPIയെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് CPI വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു ചില തന്ത്രങ്ങളാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ കൃത്യമായിട്ട് CPIക്ക് ബോധ്യപ്പെടുന്നുമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് CPI ഇതുപോലെ പ്രതികരിക്കാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണം.
ഇവിടെ ഈ മൂന്നാറിനെ സംബന്ധിച്ച് ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ സർവകക്ഷി യോഗം സംസ്ഥാന തലത്തിൽ തന്നെ വിളിച്ചുകൂട്ടി കൃത്യമായിട്ട് മൂന്നാറിനെ സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ അന്ന് നിലപാടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണ്. അതനുസരിച്ച് കാര്യങ്ങൾ നീക്കാതെ വീണ്ടും സർവകക്ഷി യോഗം പ്രാദേശികമായിട്ടൊക്കെ വിളിച്ചു കൂട്ടുക എന്ന് പറഞ്ഞാൽ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പ്രയോജനപ്പെടുന്ന ആളുകളെ വിളിച്ചു കൂട്ടി തീരുമാനം മാറ്റാൻ വേണ്ടിയിട്ടാണ്. അതിന് യാതൊരു സംശയവുമില്ല. അന്നത്തെ തിരുവനന്തപുരത്ത് വിളിച്ചു കൂട്ടിയ സംസ്ഥാനത്തെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ആളുകൾ ഉൾക്കൊള്ളുന്ന യോഗത്തിലെടുത്ത തീരുമാനമാണ് നടപ്പിലാക്കേണ്ടത്. ആ തീരുമാനത്തിൽ എന്ത് ചെയ്തു എന്ന് പറയാതെ അതിൻ്റെ ഫലമായി ഇപ്പോൾ നടന്നിരിക്കുന്നത് അവിടുത്തെ ഈ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കൽ എന്ന പരിപാടി നിന്നിരിക്കുകയാണ്. അതാണ്ട് തീർന്നു. ഇനി അതൊന്നും അവിടെ നടക്കാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനുള്ള കളിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ അവിടെ നിന്നൊന്നും ഒരു നന്മയും നമ്മളാരും പ്രതീക്ഷിക്കേണ്ട. അത് വളരെ തന്ത്രപരമായ ഒരു നീക്കമാണ്. അവിടെ CPIക്ക് അത് ആ തന്ത്രം ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാകാം. അവിടെ ഇനി CPI കൊണ്ടൊന്നും ഒരു ചുക്കും അവിടെ സംഭവിക്കാൻ പറ്റില്ല. അവിടെ ഒന്നും നടക്കുകയുമില്ല. എല്ലാ കാലഘട്ടത്തിലും ഇടതുമുന്നണി അധികാരത്തിൽ വരുമ്പോൾ ഇതാണ്, ഇടുക്കിയിലെ ജനങ്ങൾക്കിടയിൽ ഒരു ഭീതി അങ്ങ് ഉണ്ടാക്കും. ആ ഭീതി ഉണ്ടാക്കിയിട്ട് സംരക്ഷകരായി ഞങ്ങളുണ്ട് എന്ന് വന്നുകൊണ്ട് അവർ രംഗത്തേക്ക് വരും. ഈ ഒരു തന്ത്രം ശ്രീ MM മണി അവിടെ വർഷങ്ങളായി ഇപ്പോൾ കുറച്ചു കാലമായി നടത്തുന്ന ഒരു ഫൈറ്റുന്ന ഒരു തന്ത്രമാണ്. അതാണ് ഇപ്പോൾ വീണ്ടും ഒന്നുകൂടെ നടത്താൻ പോകുന്നത്. അത് CPM മാത്രം നടത്തുന്ന തന്ത്രമാണോ? കാരണം ഈ 54 പേരുടെ പട്ടിക, റവന്യൂ വകുപ്പ് കൊടുത്ത 154 പേരുടെ പട്ടിക എന്നത് അത് CPMൻ്റെ തന്ത്രമായി നമുക്ക് വിലയിരുത്താനാവില്ലല്ലോ. ഈ പറഞ്ഞ സബ് കളക്ടർ അടക്കം പരിശോധിച്ച ഒരു പട്ടികയാണ് ഈ 154 പേരുടേത്. അതിനുള്ളിൽ ഈ പറയുന്ന സ്ക്വയർ ഫീറ്റിൻ്റെ ഉടമകൾ കൂടിയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ആ ഭീതി അവിടെ വിതയ്ക്കുന്നതിൽ CPMന് മാത്രമാണ് പങ്കാളിത്തം എന്ന് പറയാൻ കഴിയുമോ? അല്ല, ആ ഗവൺമെൻറ്റിന് തീരുമാനം എടുക്കാമല്ലോ. ആ 154 പേരുടെ ലിസ്റ്റിൽ നിന്ന് ഏത് വരെയുള്ളവരെ ഒഴിപ്പിക്കാമെന്നുള്ള ഗവൺമെൻറ് തീരുമാനിക്കാം. അതിനുവേണ്ടി സർവകക്ഷി യോഗം വിളിച്ചൊരു സമവായം ഉണ്ടാക്കാം. അവിടെ നടക്കുന്നത് സാധാരണക്കാരുടെ പേരിൽ ഇതുപോലെ നടക്കുന്ന പല കയ്യേറ്റങ്ങളുമുണ്ട്. ആ കയ്യേറ്റങ്ങൾ നടന്നിരിക്കുന്ന ആളുകൾ പിന്നീട് അത് ഭൂമി വിറ്റുപോകുന്നു. അല്ലാണ്ട് പാവപ്പെട്ട ഒരുത്തൻ താമസിക്കാൻ വേണ്ടി കൂര വെച്ച് അവിടെ കിടക്കുകയാണെങ്കിൽ അവനെ ഒഴിപ്പിക്കണം എന്നല്ല പറയുന്നത്. അവിടെ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് മൂന്നാർ സെപ്പറേറ്റാണ്. ഇടുക്കിയിൽ നിന്ന് മൂന്നാർ സെപ്പറേറ്റായിട്ട് കാണണം. അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കാതെ ഇവിടെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ പറഞ്ഞില്ല, ഇത് വെറും രാഷ്ട്രീയ കളിയാണ്. അവിടെ CPI അത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നു. അതിനാണ് ഇപ്പോൾ അവരതിനെ എതിർക്കുന്നത്. ഒഴിപ്പിക്കലാണ് ഇവർ ലക്ഷ്യമിടുന്നത് എന്നതാണ് സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിന് മുകളിൽ കൈവശം വെച്ചിരിക്കുന്നവരെ. പക്ഷേ ഇവിടെ ഈ പറയുന്ന 22 സെന്റ് അത് കുത്തകപ്പാട്ട ഭൂമിയാണ്. അത് അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ പലതരത്തിൽ അവിടെ പ്രശ്നമുള്ള വിഷയത്തിൽ ഒരൊറ്റ വിഷയത്തിൽ പിടിച്ചുകൊണ്ടാണ് അവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി ഈ വിഷയത്തെ എതിർക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ അതിനപ്പുറത്ത് ഏതെങ്കിലുമൊക്കെ ഭൂമികളിൽ ആ നിലയ്ക്കുള്ള നടപടികൾ നടക്കുന്നതായി വാർത്തകളില്ല. അവിടെ ആ നിലയ്ക്ക് എന്തെങ്കിലും ഒഴിപ്പിക്കൽ നടക്കുന്നില്ല. ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താണ് ആകെയുള്ള 22 സെന്റിലും ഈ നിലയ്ക്കുള്ള കൂട്ടായ ഒരു ശ്രമം അവിടെ നിന്ന് ഉയർന്നു വരുന്നത്. ഇനി അങ്ങോട്ട് ഈ സർക്കാരിന് ഒരു പദ്ധതി ഇട്ടുകൊണ്ട് അവിടുത്തെ ഒഴിപ്പിക്കൽ നടപടികൾ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, അത് ഇല്ല ഹർഷൻ. അതുകൊണ്ട് തന്നെയല്ലേ വളരെ കൃത്യമായി 22 സെന്റ്, എനിക്കറിയില്ല കുഞ്ഞിക്കണ്ണൻ അത് 22 സെന്റിൽ വന്നപ്പോൾ അത് പയ്യേറ്റക്കാരനോ കുടിയേറ്റക്കാരനോ സംശയമുണ്ടോന്ന്? ഒരു സംശയവുമില്ല. അത് കയ്യേറ്റക്കാരൻ തന്നെ, റിസോർട്ടാണ് അവിടെ പണിതിട്ടുള്ളത്. അല്ലാതെ വീട് വെച്ചോ ചെറിയൊരു പെട്ടിക്കട വെച്ച് നിൽക്കുന്ന ആളൊന്നുമല്ല. പ്രശ്നം അത് മാത്രമല്ല, ഞാൻ CPM തർക്കത്തിന് ഒരു ഡയമെൻഷനും കൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നണേ. ഇപ്പോൾ ഇടതുപക്ഷം ഇതിന് മാത്രമല്ലല്ലോ, ഇടതുപക്ഷ നയങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്ന് തോന്നുമ്പോൾ ഒക്കെ CPI അതിൻ്റെ ശബ്ദമുയർത്തിയിട്ടുണ്ട്. അത് മാവോയിസ്റ്റ് കൊലപാതകമായാലും ഏറ്റവും ഒടുവിൽ പുതുവൈപ്പിൻ്റെ വിഷയമായാലും CPI അവരുടെ നിലപാട് ഇങ്ങനെയാണ്. അത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ മുന്നണിക്ക് എതിരല്ല എന്ന് ഞാൻ വിചാരിക്കണേ. കാരണം ഇടതുപക്ഷം അതിൻ്റെ നയങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നു എന്ന് CPIക്ക് തോന്നുമ്പോൾ അവർ അതിൻ്റെ ശബ്ദമുണ്ടാക്കുന്നതാണ്. അതിലൊരു തെറ്റും പറഞ്ഞുകൂടാ. അത് CPM അത് ഇടതുപക്ഷത്തിന് ഐക്യത്തിന് തകരാറാന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഐക്യം ഉണ്ടാവേണ്ടതെന്ന് ഞാൻ വിചാരിക്കണേ. ഇടതുപക്ഷ പോളിസി എന്താണ് എന്ന് ഉള്ള കാര്യത്തിലാണ് ഐക്യം ഉണ്ടാവേണ്ടത്. അതുണ്ടായിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ മുക്കാടൻ്റെ 22 സെൻറ്റ് വിടും. കാരണം മുക്കാടൻ്റെ 22 സെൻറ്റ് കേവലം ഒരാളുടെ ഭൂമിയല്ല അത്. അതുപോലെ
കുത്തകപ്പാട്ടത്തിന്റെ നിരവധി സാധ്യതകൾ ഒഴിപ്പിക്കപ്പെടേണ്ട സാധ്യതകൾ അവിടെയുണ്ട്. തീർച്ചയായും ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, അതാണ് ഈ പറഞ്ഞ ഇടതുപക്ഷത്തിന്റെ ഒരു സ്പേസ്, അതായത് ഇടതുപക്ഷത്തിന്റെ ശബ്ദം ഇതായിരിക്കണമെന്ന് ആ ഇടത് ചിന്തയുള്ള കേരളം എന്നൊക്കെയുള്ള ഒരു സങ്കല്പം ഉണ്ടോ? അതങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും അങ്ങനെ ഒരു സങ്കല്പം അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് ആ ഇടത് ചിന്ത ഇതായിരിക്കണമെന്ന് ആവർത്തിച്ചോർമ്മിക്കാനും ആ സ്പേസ് ഞങ്ങളുടേതാണ് എന്ന് ഉറപ്പിക്കാനും CPI ഒരു ശ്രമം നടത്തുന്നില്ല. അല്ല, അത്തരം പ്രശ്നങ്ങൾ കുറേ കൂടി സൈദ്ധാന്തികമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. ഇന്ത്യൻ ഇടതുപക്ഷം ഇന്നെന്താണ് ഹൃദയത്തോട് ചേർത്ത് പാർട്ടിയുടെയും മുന്നണിയുടെയും ഐക്യം സംരക്ഷിക്കേണ്ട ഒരു ഘട്ടമാണ്. നാനാവിധമായ പ്രശ്നങ്ങൾ ഇടതുപക്ഷം നേരിടുന്നത് എന്ന് പറയുന്നത് ഇന്നത്തെ നിയോ ലിബറൽ വികാസവുമായി ബന്ധപ്പെട്ടാണ്. മൂന്നാറിൻ്റെ പ്രശ്നവും എന്താണ്, നമ്മുടെ രാജ്യത്തെ നിയോ ലിബറൽ വികാസവും അതിൻ്റെ നിക്ഷേപ അന്വേഷണങ്ങളും മാഫിയ മൂലധനത്തിൻ്റെ കടന്നുവരവുമൊക്കെയാണ് സങ്കീർണമാക്കി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ നിയോ ലിബറൽ മൂലധനത്തിൻ്റെ ഒരു യുക്തി എന്താണ്, അതിൻ്റെ ആധിപത്യത്തെ മറച്ചു വെക്കാൻ അതെന്ത് ചെയ്യും, ഈ നീലകണ്ഠൻ പറയുന്നത് പോലെ എന്താണ്, ഇവിടെ കുടിയേറ്റക്കാരെ കയ്യേറ്റക്കാരായിട്ട് ചിത്രീകരിക്കും. അതുവഴി എന്താണ്, അതിൻ്റെ നിയോലിബർ മൂലധനത്തിൻ്റെ യുക്തി അനുസരിച്ച് അവരുടെ കയ്യേറ്റം സാധൂകരിക്കാൻ എന്താണ്, ഇവരും കയ്യേറ്റക്കാരാണെന്ന് പറയുന്നത് വഴി കഴിയും. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൻ്റെ ഒരു സൈദ്ധാന്തിക തലം എന്നത് ആ നിലയ്ക്ക് വിശദമായി ചർച്ച ചെയ്തു പോകേണ്ടതാണ്. ഇവിടെ തൽക്കാലം ഈ സർക്കാരിൻ്റെ കൂട്ടുത്തരവാദിത്വം എന്നത് ഉണ്ടോ എന്നത്, പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾ ശരിയല്ല എന്നും തെളിയിക്കേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. മാത്രമല്ല ജനത്തിന് ബോധ്യപ്പെടുന്ന നിലയിൽ മൂന്നാർ ഒഴിപ്പിക്കൽ നടപടികളിൽ തീരുമാനമെടുക്കേണ്ടതും സർക്കാരിൻ്റെ ബാധ്യതയാണ്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ശ്രീ പ്രകാശ് ബാബു, ശ്രീ ജോസഫ് വാഴക്കൻ, ശ്രീ CR നീലകണ്ഠൻ.